ഹായ് ഹലോ. ഓഡിബിൾ ആണോ? Yes, sir. Good evening, sir. ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്, Good evening, sir. Yes, sir. ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ദിവസം? ഹൗ ഈസ് യുവർ ഡേ? സർ എനിക്കിന്ന് വയ്യ അപ്പൊ ക്യാമറ ഓൺ ആക്കുന്നില്ല. ഓക്കെ. എന്തു പറ്റി? പനിയാണോ? ചെറുതായിട്ട് ഫുഡ് പോയ്സൺ വന്ന. ഓ, ഓക്കെ 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 ഓക്കെ. നോ ഇഷ്യൂസ്. ഓക്കെ. ശിവാനി ജോയിൻ ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. ശിവാനിന്റെ എന്താ അവസ്ഥ? ജോയിൻ ചെയ്യുന്നുണ്ടോ? ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കാവോ? ഓക്കെ, ഐ തിങ്ക് ജോയിൻ ആയിട്ടുണ്ട് തോന്നുന്നു അല്ലേ? ഓക്കെ സർ ഓക്കെ. സുബിത ചേച്ചി നെക്സ്റ്റ് വീക്ക് ഉണ്ടാവുള്ളൂ പറഞ്ഞു. ആ, ഓക്കെ ഓക്കെ ഓക്കെ. ആളെന്തോ റെക്കോർഡിങ്സ് കാണാന്നാ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട്. ഡൗട്ട് ഉള്ളത് ഒന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ കറണ്ട്ലി അങ്ങനെ പോട്ടെ. ആൾക്ക് എന്തോ വീട്ടിൽ കുറേ ആളുകളുണ്ട് എന്നാ പറഞ്ഞത്. അപ്പോൾ കറണ്ട്ലി ലൈവായിട്ട് ക്ലാസ് എടുക്കാൻ പറ്റൂല എന്നുള്ളൊരു സിറ്റുവേഷനിലാണ്. ഓക്കെ, നോ ഇഷ്യൂസ്. നിങ്ങളെന്തായാലും പ്രോപ്പറായിട്ട് ലൈവായിട്ട് തന്നെ കേൾക്കുക. ഓക്കെ, വേറെ ഇഷ്യൂസ് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ, ഹെൽത്ത് ഇഷ്യൂസ് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പരമാവധി ലൈവായിട്ട് ഇരുന്ന് തന്നെ ക്ലാസ് കേൾക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ. രണ്ട് സിനാരിയോസ് കഴിഞ്ഞ ദിവസം തന്നിട്ടുണ്ടായിരുന്നു അല്ലേ? ചെയ്തിട്ടുണ്ടോ? ഒന്ന് ആൻസർ ഒന്ന് ചാറ്റ് ബോക്സിൽ അയക്കാവോ? അയച്ചിട്ടുണ്ടോ? ഓക്കെ. ഓക്കെ ശിവാനി, ഇത് ഇൻക്രിമെന്റൽ പ്രോഫിറ്റ് ആണോ അതോ അതും കൂടെ ഒന്ന് മെൻഷൻ ചെയ്യാൻ നന്നാവും. ഓക്കെ. ഈ എ ഇൻക്രിമെന്റൽ പ്രോഫിറ്റ് ആണോ എന്നുള്ളത്. ബി കറക്റ്റ് ആണ്. സി എന്താ ചോദിച്ചിട്ടുള്ളത്? ടോട്ടൽ അല്ലേ ചോദിച്ചിട്ടുള്ളത്? ടോട്ടലാണ് ചോദിച്ചിട്ടുള്ളത്. എഴുതിയത് തെറ്റിയതാണോ? ടൈപ്പ് ചെയ്തത് തെറ്റിയതാ തോന്നുന്നുണ്ട്. ശിവാനി ഒന്ന് നോക്കണേ. ബുഷറ എ കറക്റ്റ് ആണ്, ബി കറക്റ്റ് ആണ്, ഓക്കെ, സി കറക്റ്റ് ആണ്. അതുപോലെ തന്നെ ഓക്കെ, ബുഷറ ഫുള്ള് കറക്റ്റ് ആണ്. ഗുഡ്. ഓക്കെ. അതുപോലെ തന്നെ ആരാധന, ഇതിൽ എ ഇൻക്രിമെന്റൽ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ളത് പ്രോപ്പറായിട്ട് അവിടെ എഴുതുക. ഓക്കെ. ഓക്കെ ശിവാനി, ഓക്കെ കറക്റ്റ് ആണ്. അതുപോലെ തന്നെ ഇതിൽ ഓക്കെ, അത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ കറക്റ്റ് ആണ്. ഗുഡ്. ശിവാനി കറക്റ്റ് ആട്ടോ. ഓക്കെ. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരുന്നു, അത് ചെയ്തിട്ടുണ്ടോ ശിവാനി ആൻഡ് ആരാധന? സാർ എനിക്കത് കിട്ടുന്നില്ല. ഞാൻ ചെയ്ത് നോക്കി. എന്ത് പറ്റി? എനിക്കത് ക്വസ്റ്റ്യൻ ക്ലിയർ ആവാത്തതിന്റെ ആണോ എന്റെ ആൻസർ ശരിയാവണ്ട? ഓക്കെ 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 ഓക്കെ.
ആരാധന കറക്റ്റ് ആണ്. ഓക്കെ, ഗുഡ്. ഓക്കെ, എന്തായാലും നമുക്കിത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ക്ലിയർ ആവും. ഓക്കെ, സ്ക്രീന് കാണുന്നുണ്ടോ? ഓക്കെ അല്ലേ? യെസ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? ക്വസ്റ്റ്യൻ നമ്പർ 2 പറയാം. ഓക്കെ, സിനാരിയോ നമ്പർ 2 സിമിലർ ആയിട്ടുള്ള ഫസ്റ്റ് നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ്റെ സിമിലർ ആയിട്ടുള്ള റിക്വയർമെന്റ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത് അല്ലേ? അതുകൊണ്ടാണ് ABC, നമ്മൾ ABC എന്ന് പറഞ്ഞിട്ട് 3 ക്വസ്റ്റ്യൻ ആണ് ഉണ്ടായിരുന്നത്. ഓക്കെ ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഈ ഒരു ക്വസ്റ്റ്യന് assume all of the fixed expenses for the hard rubber line are avoidable. എല്ലാ ഫിക്സഡ് കോസ്റ്റും എന്താണ്? അവോയ്ഡബിൾ ആണ്. ഓക്കെ, നമ്മൾ ഡ്രോപ്പ് എ സെഗ്മെന്റ് ഓർ നോട്ടിൽ നമ്മൾ ഏത് രീതിയിലാണ് നമ്മൾ ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഏത് രീതിയിലാണ് നമ്മൾ ഒരു ഫൈനൽ ആയിട്ടുള്ള ഒരു മെത്തേഡ് 2 എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ? അതിലെങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? അവോയ്ഡബിൾ ഫിക്സഡ് കോസ്റ്റ് മൈനസ് ലോസ് കോൺട്രിബ്യൂഷൻ മാർജിൻ gives incremental profit or loss if we ഡ്രോപ്പ് ചെയ്യുമ്പോൾ ഇൻക്രിമെന്റൽ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ളതാണ്. ഓക്കെ, അവോയ്ഡബിൾ ഫിക്സഡ് കോസ്റ്റ്, നമ്മൾ ഹാർഡ് റബ്ബറിന്റെ ഫുൾ ഫിക്സഡ് കോസ്റ്റ് എന്താണ്? അവോയ്ഡബിൾ ആണ് എന്നുള്ളതാണ് പറയുന്നത്. അതായത് 22,000 അല്ലേ? 22,000. ഓക്കെ, 22,000ഉം എന്താണ്? അവോയ്ഡബിൾ ആണ്. വേറെ എന്തെങ്കിലും അവോയ്ഡബിൾ ആയിട്ടുള്ള ഫിക്സഡ് കോസ്റ്റ് ഉണ്ടോ? ഇല്ല. ഓക്കെ, നമുക്ക് കോൺട്രിബ്യൂഷൻ മാർജിൻ എത്രയാണ് ലോസ് ചെയ്യുന്നത്? 7,000. ഹാർഡ് റബ്ബറിന്റെ കോൺട്രിബ്യൂഷൻ മാർജിൻ നമുക്ക് ലോസ് ചെയ്യും 7,000. 22,000 മൈനസ് 7,000 പോസിറ്റീവ് 15,000. 15,000 പ്രോഫിറ്റ് ഇഫ് വി ഡ്രോപ്പ്. ഓക്കെ, 50,000 പ്രോഫിറ്റ് സാർ എനിക്കിപ്പോ തേർഡ് ക്വസ്റ്റ്യൻ കിട്ടി. ഞാൻ ആ ഫോർമുല യൂസ് ചെയ്യാത്ത. ഫോർമുല യൂസ് ചെയ്യാത്തതുണ്ടോ? ഓക്കെ 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 ഓക്കെ, എത്ര കിട്ടിയത്? ചാറ്റ് ബോക്സിലിടും. അവിടെ എന്താണ് ചോദിച്ചിട്ടുള്ളത്? തെറ്റാണ് ശിവാനി, അയച്ചിട്ടുള്ളത് തെറ്റാണ്. ആ ക്വസ്റ്റ്യൻ ആദ്യം മനസ്സിലാക്കുക. ഓക്കെ, നമ്മൾ എന്തായാലും ഡിസ്കസ് ചെയ്യും. ഓക്കെ, നോ ഇഷ്യൂസ്, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇതാണ് എ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ കേട്ടോ, 15,000 പ്രോഫിറ്റ്. അതുപോലെ തന്നെ ബി എന്തായിരുന്നു? കണ്ടിന്യൂ ചെയ്യാണോ ഡ്രോപ്പ് ചെയ്യാണോ എന്നുള്ളത്? ഡ്രോപ്പ് ചെയ്യും. ഓക്കെ, സി എന്തായിരുന്നു? ഇൻക്രിമെന്റൽ പ്രോഫിറ്റ് ഓർ ലോസ്, അല്ല, ടോട്ടൽ ഓപ്പറേറ്റിംഗ് ഇൻകം ഓഫ് ഏബിൾ കമ്പനി അല്ലേ? ആഫ്റ്റർ ഡ്രോപ്പിംഗ്, ഹാർഡ് റബ്ബർ ഡ്രോപ്പ് ചെയ്തതിന് ശേഷം ഏബൽ കമ്പനിയുടെ ടോട്ടൽ ഓപ്പറേറ്റിംഗ് ഇൻകം ആണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, നിലവിൽ ഉണ്ടായിരുന്നത് 110,000 ആയിരുന്നു പ്രോഫിറ്റ് ബിഫോർ ഡ്രോപ്പിംഗ്. ഓക്കെ, അതിലോട്ട് പ്ലസ് ഓർ മൈനസ് ഇൻക്രിമെന്റൽ പ്രോഫിറ്റ് ഓർ ലോസ് അതല്ലേ പറഞ്ഞിട്ടുള്ളത്? പ്രോഫിറ്റ് ആയിരുന്നു നമുക്ക് കിട്ടിയത് 15,000 സിഗൽ ടു 125,000. ഓക്കെ, ഈ ഒരു രീതിയിലാണ് പ്രോഫിറ്റ് ആഫ്റ്റർ ഡ്രോപ്പിംഗ്. ഓക്കെ, ഓപ്പറേറ്റിംഗ് ഇൻകം ആഫ്റ്റർ ഡ്രോപ്പിംഗ്. ഓക്കെ, ഇത് നിങ്ങളൊക്കെ കറക്റ്റ് ചെയ്തിട്ടുണ്ട്, എന്നാലും ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തന്നുള്ളൂ. ഓക്കെ, എഴുതാനുള്ള ടൈം വേണോ? ഓൾറെഡി എഴുതിയിട്ടുണ്ടോ? എഴുതിയിട്ടുണ്ട്. ആരാധന എഴുതിയിട്ടുണ്ടോ? യെസ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത സിനാരിയോയിലോട്ട് നമ്മൾ പോവാം. ഓക്കെ, അടുത്ത സിനാരിയോയിലോട്ട് നമ്മൾ പോവാം. സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്, ഡിഫറെൻറ്റ് സിനാരിയോസ് ആണ്. ഓക്കെ, ഇതിൽ എന്താ പറയുന്നത്? ഇഫ് ദ ടോട്ടൽ ഇൻകം ആഫ്റ്റർ ഡ്രോപ്പിംഗ് ദ ഹാർഡ് റബ്ബർ ലൈൻ ഈസ് 105,000. ഓക്കെ, അതായത് ഹാർഡ് റബ്ബർ ഡ്രോപ്പ് ചെയ്തതിന് ശേഷം നമ്മളുടെ ഓപ്പറേറ്റിംഗ് ഇൻകം എന്താണ്? അതായത് ഓപ്പറേറ്റിംഗ് ഇൻകം
ആഫ്റ്റർ ഡ്രോപ്പിംഗ്. ആഫ്റ്റർ ഡ്രോപ്പിംഗ് ആണെന്ത്? ആഫ്റ്റർ ഡ്രോപ്പിംഗ് ആണെന്ത്? 105,000. ഓക്കെ ഓക്കെ. അതുപോലെ തന്നെ ഇൻകം ആഫ്റ്റർ ഡ്രോപ്പിംഗ് ദ ഹാർഡ് റബ്ബർ ലൈൻ ഈസ് 105,000. ഹാർഡ് റബ്ബേഴ്സ് അവോയ്ഡബിൾ ഫിക്സഡ് എക്സ്പെൻസ് വേർ. അപ്പൊ ബിഫോർ എന്തായിരുന്നു? ബിഫോർ എന്തായിരുന്നു? ബിഫോർ പ്രോഫിറ്റ് ബിഫോർ ഡ്രോപ്പിംഗ് ഈസ് ഈക്വൽ ടു പ്രോഫിറ്റ് ബിഫോർ ഡ്രോപ്പിംഗ് പ്ലസ് ഇൻക്രിമെന്റൽ പ്ലസ് ഓർ മൈനസ് അല്ലെ, ഇൻക്രിമെന്റൽ പ്രോഫിറ്റ് ഓർ ലോസ് ഇഫ് വി ഡ്രോ. ഇതായിരുന്നു അതിൻ്റെ അതൊരു എക്സ്പ്ലെയിൻ ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, പ്രോഫിറ്റ് ബിഫോർ ഡ്രോപ്പിംഗ് പ്ലസ് ഓർ മൈനസ്. പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യും, ലോസ് ആണെന്നുണ്ടെങ്കിൽ ലെസ് ചെയ്യും. ഫിസിക്കൽ ടു നമുക്ക് ഓപ്പറേറ്റിംഗ് ഇൻകം അല്ലെങ്കിൽ പ്രോഫിറ്റ് ആഫ്റ്റർ ഡ്രോപ്പിംഗ് കിട്ടും. അതാണ് പ്രോഫിറ്റ് ആഫ്റ്റർ ഡ്രോപ്പിംഗ് ആണ് എന്ത്? 105,000. ഓക്കെ, 105,000 110,000 ആഡോ ലെസ്സോ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 105,000 കിട്ടി. ലെസ് അല്ലേ ചെയ്യുന്നത്? എത്രയാണ് ലെസ് ചെയ്യുന്നത്? 5,000. ഓക്കെ, 5,000 ലെസ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഈ 105,000 കിട്ടി. ഓക്കെ, അപ്പോൾ ഇതാണ് ഇൻക്രിമെന്റൽ പ്രോഫിറ്റ് ഓർ ലോസ് സംഭവിച്ചിട്ടുള്ളത്. ഓക്കെ ഓക്കെ അല്ലേ? ഇത്രയും ഓക്കെ അല്ലേ? ഓക്കെ, ശിവാനി ഓക്കെ ആണോ? ശിവാനിക്ക് ഓക്കെ അല്ലേ? യെസ് സർ. ഓക്കെ, ഇനി നമ്മളോട് എന്താണ് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്? അവോയ്ഡബിൾ ഫിക്സ്ഡ് കോസ്റ്റ് ആണ് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി നേരെ ആ ഒരു സിനാരിയോയിലോട്ട് പോവാം. മെത്തേഡ് 2 എങ്ങനെയാണ്? അവോയ്ഡബിൾ ഫിക്സ്ഡ് കോസ്റ്റ് മൈനസ് ലോസ്റ്റ് കോൺട്രിബ്യൂഷൻ മാർജിൻ ഈസ് ഈക്വൽ ടു ഇൻക്രിമെന്റൽ പ്രോഫിറ്റ് ഓർ ലോസ് ഇഫ് വി ഡ്രോപ്പ്. അത് നമ്മൾ ഈ ഒരു രീതിയിൽ ഫൈൻഡ് ചെയ്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നേരെ ഇങ്ങോട്ട് കൊണ്ടുവരാം, 5,000. ഓക്കെ, അതുപോലെ തന്നെ ലോസ്റ്റ് കോൺട്രിബ്യൂഷൻ മാർജിൻ എന്താണ്? 7,000 ആണെന്നുള്ളത് ഓൾറെഡി നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മളോട് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് എന്താണ്? അവോയ്ഡബിൾ ഫിക്സ്ഡ് കോസ്റ്റ് ആണ് അല്ലേ? അവോയ്ഡബിൾ ഫിക്സ്ഡ് കോസ്റ്റ് ആണ്. ഓക്കെ, ഇവിടെ എന്താണ്? ഇവിടെ നെഗറ്റീവ് ആണ് കേട്ടോ, കാരണം ഇവിടെ ലോസ് ആണ് വരുന്നത്. ഓക്കെ, ഇവിടെ ലോസ് ആണ് വരുന്നത്, -5,000 ആണ്. അതുകൊണ്ട് ഇവിടെ -5,000 ആണ് വരുന്നത്. ഓക്കെ, ഏതോ ഒരു സംഖ്യയിൽ നിന്നും 7,000 ലെസ് ചെയ്യുമ്പോൾ നമുക്ക് -5,000 കിട്ടുന്നു. ഓക്കെ ഓക്കെ, അപ്പോൾ ഇത് സോൾവ് ചെയ്താൽ നമുക്ക് ഇവിടെ ഉള്ളത് കിട്ടൂലേ? അവോയ്ഡബിൾ ഫിക്സ്ഡ് കോസ്റ്റ് കിട്ടൂലേ? ഓക്കെ, കിട്ടൂലേ? അതായത് -5,000 കിട്ടുക എന്നുള്ളത് എന്താണ്? ഈ -7,000 ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ എന്താവും? +7,000 ആവും. ഓക്കെ, അതാണ് എന്ത്? അവോയ്ഡബിൾ ഫിക്സ്ഡ് കോസ്റ്റ്. ഓക്കെ, അവോയ്ഡബിൾ ഫിക്സ്ഡ് കോസ്റ്റ്. അപ്പോൾ അവോയ്ഡബിൾ ഫിക്സ്ഡ് കോസ്റ്റ്, therefore അവോയ്ഡബിൾ ഫിക്സ്ഡ് കോസ്റ്റ് ഈസ് ഈക്വൽ ടു -5,000 +7,000 ഈസ് ഈക്വൽ ടു 2,000. ഓക്കെ, ജസ്റ്റ് ഇക്വേഷൻ ബേസ് ചെയ്തിട്ട് സോൾവ് ചെയ്ത് കാണിച്ചു തന്നു എന്നുള്ളൂ. ഓക്കെ, കൺസെപ്ച്വലി എന്താണ്? 2,000 -7,000 ചെയ്താൽ 5,000 ആവും. ഓക്കെ, അത്രേ ഉള്ളൂ. ജസ്റ്റ് ഒരു ഇക്വേഷൻ രീതിയിൽ നിങ്ങൾക്ക് എങ്ങനെ ഇത് ജനറേറ്റ് ആയി വന്നത് എന്നുള്ളത് പ്രോപ്പറായിട്ട് കാണിച്ചു തന്നു എന്നുള്ളൂ. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ശിവാനി, മനസ്സിലായിട്ടുണ്ടോ? യെസ് സർ. ഓക്കെ, ഈ ഒരു രീതിയിലാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ജസ്റ്റ് ഒന്ന് നോട്ടിൽ എഴുതിയെടുക്കുക. ഈ ഒരു രീതിയിൽ എല്ലാം എഴുതിയത് എന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ എഴുതിയെടുക്കുക. എഴുതിയെടുത്തതിന് ഓക്കെ, എല്ലാവരും എഴുതിയിട്ടുണ്ടോ? ആരാധന എഴുതിയിട്ടുണ്ടോ? യെസ് സർ. ഓക്കെ ഓക്കെ ഓക്കെ, അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് സിനാരിയോയിലോട്ട് പോകാം. ഓക്കെ, ഇതത്ര ടൈം എടുത്തിട്ടുണ്ടായിരുന്നോ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട്? ഇല്ലല്ലോ. സാർ, ഈ ക്വസ്റ്റ്യൻ എനിക്ക് അത്ര ക്ലിയർ ആയിരുന്നില്ല, അപ്പൊ കുറച്ച് അത് സമയം. അത് റിക്വയർമെന്റ് എന്താന്ന് മനസ്സിലാകാത്തോണ്ടുള്ള പ്രശ്നമല്ലേ? അവിടെ തന്നിരിക്കുന്ന ഡാറ്റ ഈ ഒരു രീതിയിലാണോ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത്? അതായത് പ്രോഫിറ്റ് ആഫ്റ്റർ ഡ്രോപ്പിംഗ് എന്നുള്ളതാണോ 105,000 മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത്? ഒരു മിനിറ്റ്.
എത്ര പ്രോഫിറ്റ് ആഫ്റ്റർ എനിക്ക് അല്ല, ഓക്കെ, ഓഡിബിൾ അല്ലേ? ഓക്കെ, സോറി കേട്ടോ, ഒരു കോൾ വന്നാണ്. ഓക്കെ, അടുത്ത അടുത്തത് ഒരു ഇമേജ് ആക്കിയിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഒരു മിനിറ്റ്. സെയിം സിനാരിയോ തന്നെയാണ്. ഓക്കെ, സ്ക്രീൻ ഇപ്പോൾ ഷെയർ ചെയ്യാം. ഓക്കെ,
കാണുന്നുണ്ടോ? സ്ക്രീൻ കാണുന്നുണ്ടോ? ഓക്കെ, ഈ ഒരു സിനാരിയോ ഒന്ന് നോക്കിയേ, ഒന്ന് ചെയ്ത് നോക്കിയേ. വാട്ട് വുഡ് ഹാവ് to occur for total income to remain unchanged when the hard rubber line is dropped? അതായത് ഓപ്പറേറ്റിംഗ് ഇൻകം 110,000 ചേഞ്ച് ചെയ്യാൻ പാടില്ല. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അൺചേഞ്ച് ആയിട്ട് നിൽക്കും ഓപ്പറേറ്റിംഗ് ടോട്ടൽ ഇൻകം. കമ്പനീൻ്റെ ടോട്ടൽ ഇൻകത്തിൽ ഒരു ചേഞ്ചും വരുന്നില്ല, പക്ഷെ ഹാർഡ് റബ്ബർ ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഒരു സിനാരിയോയിൽ ഏത് രീതിയിലാണ് വരുന്നത് എന്നുള്ളതാണ് അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട്. ടോട്ടൽ ഇൻകം കുഡ് നോട്ട് റിമെയിൻ ദ സെയിം ഇഫ് ഹാർഡ് റബ്ബർ ഈസ് ഡ്രോപ്ഡ്. ഇത് ഓരോ ഈ ഒരു രീതിയിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഏതായിരിക്കും ആൻസർ? ആ രീതിയിലാണ് ചോദിക്കുന്നത് കേട്ടോ. ഒരു ഓപ്ഷനാണ്. ഇതിൽ ഏത് ഓപ്ഷനാണ് കറക്റ്റ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ഒന്ന് ചെയ്ത് നോക്കുക. ശിവാനി തെറ്റാണ്. മുബഷിറ തെറ്റാണ്. പ്രോപ്പറായിട്ട് വായിച്ചു നോക്കട്ടോ. അവോയ്ഡബിൾ ആണോ അൺഅവോയ്ഡബിൾ ആണോ അവിടെ പറയുന്നത് എന്നുള്ളതൊക്കെ പ്രോപ്പറായിട്ട് വായിച്ചു നോക്കിയിട്ട് മാത്രം ഓപ്ഷൻ ചൂസ് ചെയ്യുക. ഓക്കെ, മുബഷിറ കറക്റ്റാണ്. ഗുഡ്. ഫസ്റ്റ് അതാണ് വിചാരിച്ചത്. പിന്നെന്ത് പറ്റി? പിന്നെ എനിക്കത് പെട്ടെന്ന് വളരെ ഈസി ആയി തോന്നി. അപ്പൊ അത്ര ഈസി ആയിരിക്കില്ല വെച്ചിട്ട് പാറ്റേന്ന് നോക്കിയതാ. ഓക്കെ ഓക്കെ, ആരാധന കറക്റ്റാണ്. ഗുഡ്. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ഒരു കൺസെപ്റ്റ് മനസ്സിലായ പ്രോപ്പർലി. അതല്ല സാർ, എനിക്ക് ചെയ്ത് വരുമ്പോ എനിക്ക് ആൻസർ അങ്ങനെ കിട്ടുന്നുണ്ട്. എങ്ങനെ കിട്ടുന്നത്? ആ ഓപ്ഷനുമായിട്ട് മാച്ച് ആയിട്ട് വരുന്നുണ്ട്. എങ്ങനെയാണ് അത് മാച്ച് ആവുന്നത്? പറഞ്ഞേ. ഓ, ഓക്കെ ഓക്കെ. അത്
ശിവാനി ഒന്നും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. ഒരു മിനിറ്റ്. ഓക്കെ, 5 മിനിറ്റ് എടുത്തോ, 5 മിനിറ്റ്സ്. ഓരോ ഓപ്ഷൻസ് ശിവാനി, ഓരോ ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്ത് പോവാ. ഓരോന്ന് വായിച്ചിട്ട് അത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് എലിമിനേറ്റ് ചെയ്ത് പോവാ. ഓക്കെ, ഭയങ്കര ക്രൂഷ്യലായിട്ട് 2 ഓപ്ഷൻ ഉണ്ടാവുള്ളൂ. ഓക്കെ, എപ്പോഴും നിങ്ങൾക്ക് എക്സാമിനൊക്കെ വരുമ്പോഴും ക്രൂഷ്യലായിട്ട് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ട് 2 ഓപ്ഷൻസ് ഉണ്ടാവും. റിമൈനിങ് ഒക്കെ ഈസി ആയിട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. സാർ ഇപ്പൊ ശരിയാണോ? കറക്റ്റ് ആണ്. ഗുഡ്. ഓക്കെ, ഗുഡ് 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 ഗുഡ്. ആ ഒരു അത് എങ്ങനെ? ചെറുതായിട്ടൊന്ന് ഇതായി. ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, Okay. ഡിസ്കസ് ചെയ്യാം. ഓക്കെ, മുബഷിറ പറഞ്ഞത് അത് ഭയങ്കര ഈസി ആയിട്ട് തോന്നി. ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. എനിവേസ്, നമ്മളെ ഈ ഒരു ക്വസ്റ്റ്യന് ഓരോ ഓപ്ഷൻസ് നമ്മൾ എന്ത് ചെയ്യാം, എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ, അപ്പോ ഇവിടെ ആദ്യം ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? വാട്ട് വുഡ് ഹാവ് ടു ഒക്കർ ഫോർ ദ ടോട്ടൽ ഇൻകം ടു ബി റിമെയിൻഡ് അൺചേഞ്ച്ഡ് വെൻ ദ ഹാർഡ് റബ്ബർ ലൈൻ ഈസ് ഡ്രോപ്പ്ഡ്. ഓക്കെ, ഹാർഡ് റബ്ബർ ലൈൻ ഡ്രോപ്പ് ചെയ്താലും ഈ നിൽക്കുന്ന 110,000 അത് തന്നെ ആയിരിക്കണം. ഓക്കെ, അതിൽ ചേഞ്ച് വരരുത്. ഓക്കെ, അപ്പോ അവിടെ എന്താണ് ഇൻക്രിമെന്റ് സാർ എനിക്ക് സാറിന്റെ വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. വോയിസ് ബ്രേക്ക് ആവുന്നു. പ്രോഫിറ്റ് ഓർ ലോസ് എന്തായിരിക്കണം? 0.
ഹലോ 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 ഓഡിബിൾ ആണോ? ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടോ? ഓക്കെ ആണ്. ഓക്കെ. ഓക്കെ. സ്ക്രീൻ ഓക്കെ അല്ലേ? ഓക്കെ. ഓക്കെ. ഇതിൽ ഫസ്റ്റ് ഓപ്ഷനിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് ഇൻക്രിമെന്റൽ പ്രോഫിറ്റ് ഓർ ലോസ് എന്തായിരിക്കണം? 0 ആയിരിക്കണം. അപ്പോഴേ എന്താവുള്ളൂ, ഈ ഒരു ഓപ്പറേറ്റിംഗ് ഇൻകം, ടോട്ടൽ ഓപ്പറേറ്റിംഗ് ഇൻകത്തിൽ എന്താവുള്ളൂ, ചേഞ്ച് വരാതെ നിൽക്കുള്ളൂ. ഓക്കെ. ഇവിടെ 0 ആവണമെന്നുണ്ടെങ്കിൽ, ഇൻക്രിമെന്റൽ പ്രോഫിറ്റ് ഓർ ലോസ് 0 ആവണമെന്നുണ്ടെങ്കിൽ അവോയ്ഡബിൾ ഫിക്സ്ഡ് കോസ്റ്റ് ഈസ് ഇക്വൽ ടു എന്തായിരിക്കണം? ലോസ് കോൺട്രിബ്യൂഷൻ മാർജിൻ ആയിരിക്കണം. ഓക്കെ. അപ്പോൾ ഈ ഒരു സിനാരിയോ വരുന്നത് ഇതിൽ ഏത് ഓപ്ഷനാ എന്നുള്ളത് നോക്കിയാൽ മതി. ഓക്കെ. ഇതിലോട്ടാണ് നമ്മൾ എത്തേണ്ടത്. ഓക്കെ. ഓപ്ഷൻ എ, ടോട്ടൽ ഇൻകം കുഡ് നോട്ട് റിമെയിൻ ദ സെയിം ഇഫ് ഹാർഡ് റബ്ബർ ഈസ് ഡ്രോപ്ഡ്. ചെയ്യാൻ പറ്റൂലേ? ഈ ഒരു കാര്യം പറഞ്ഞതോട് കൂടി എന്ത് ചെയ്തു, ആ ഒരു ഓപ്ഷൻ തെറ്റാന്ന് മനസ്സിലായി. കാരണം 0 വരികയാണെന്നുണ്ടെങ്കിൽ, അതായത് അവോയ്ഡബിൾ ഫിക്സ്ഡ് കോസ്റ്റും അതുപോലെ തന്നെ ലോസ് കോൺട്രിബ്യൂഷൻ മാർജിന് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ എന്താണ്, അങ്ങനെ ഒരു സിനാരിയോ ഉണ്ടാവും. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്? തെറ്റാണ്. ഓക്കെ. ദ അവോയ്ഡബിൾ ഫിക്സ്ഡ് എക്സ്പെൻസസ് ഫോർ ഹാർഡ് റബ്ബർ വുഡ് ഹാവ് ടു ബി 15,000. ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? അവോയ്ഡബിൾ ഫിക്സ്ഡ് കോസ്റ്റ് എന്തായിരിക്കണം? 15,000 ആകണം. ലോസ് കോൺട്രിബ്യൂഷൻ മാർജിൻ എത്ര? 7,000 അല്ലേ? 0 ആവോ? ഇല്ല, തെറ്റാണ്. ഇനി ഇതിൻ്റെ തന്നെ സിമിലർ ആയിട്ടാണ് ഇവിടെ പറയുന്നത്. ഓക്കെ. ഈ 22,000, അതായത് ദ അൺഅവോയ്ഡബിൾ ഫിക്സ്ഡ് എക്സ്പെൻസസ് ഫോർ ഹാർഡ് റബ്ബർ വുഡ് ഹാവ് ടു ബി ഈക്വൽ ഇറ്റ്സ് കോൺട്രിബ്യൂഷൻ മാർജിൻ. കോൺട്രിബ്യൂഷൻ മാർജിൻ എത്രയാണ്? 7,000. അവോയ്ഡബിൾ ആയിട്ടുള്ളത് 7,000 ആണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ കറക്റ്റ് ആയേനെ. ഇവിടെ എന്താ പറഞ്ഞത്? അൺഅവോയ്ഡബിളാ. അതായത് 22,000 7,000 എന്താണ്? അൺഅവോയ്ഡബിൾ ആണ് അർത്ഥം. റിമൈനിങ് ആയിട്ടുള്ള 15,000 ആണ് എന്ത്? അവോയ്ഡബിൾ. സെയിം സിനാരിയോ അല്ലേ വരുന്നത്? ഓക്കെ. തെറ്റാണ്. ഓപ്ഷൻ ഡി, അവോയ്ഡബിൾ ഫിക്സ്ഡ് കോസ്റ്റ്, ഫിക്സ്ഡ് എക്സ്പെൻസസ് ഫോർ ഹാർഡ് റബ്ബർ വുഡ് ഹാവ് ടു ബി 7,000. 7,000 മൈനസ് 7,000 ഇക്വൽ ടു 0. ഓക്കെ. ബിഫോർ എത്ര ആയിരിക്കും? 110,000 പ്ലസ് 0 ഈസ് ഈക്വൽ ടു 110,000. ഓക്കെ. ആ രീതിയിൽ നമ്മളുടെ ഓപ്പറേറ്റിംഗ് ഇൻകം വരും. ഓക്കെ അല്ലേ? ഓരോ ഓപ്ഷൻസും ക്ലിയർ ആയില്ലേ? അപ്പോൾ ഓപ്ഷൻ ഡി കറക്റ്റ്. ഓക്കെ. ഓക്കെ. ഓരോ ഓപ്ഷൻസിന്റെ വേണമെന്നുണ്ടെങ്കിൽ എഴുതി എടുക്കുക. ഓക്കെ. റീസൺ പ്രോപ്പറായിട്ട് എഴുതി വെക്കുക. ഫസ്റ്റത്തത് അവോയ്ഡബിൾ കോസ്റ്റ് ഈസ് ഈക്വൽ ടു അവോയ്ഡബിൾ ഫിക്സ്ഡ് കോസ്റ്റ് ഈസ് ഈക്വൽ ടു ലോസ് കോൺട്രിബ്യൂഷൻ മാർജിൻ വരികയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് റിമൈനിങ് ആയിട്ടുള്ള, അതായത് നമ്മളുടെ ഓപ്പറേറ്റിംഗ് ഇൻകം എന്ത് ചെയ്യും? ചേഞ്ച് ആവില്ല. ഓക്കെ. ഓക്കെ. അങ്ങനെയാണ് ഓപ്ഷൻ എ. ഓപ്ഷൻ ബിയും സിയും സിമിലർ ആയിട്ട് തന്നെ വരുന്നത്. അവോയ്ഡബിൾ ഫിക്സ്ഡ് കോസ്റ്റ് എന്തായിട്ട് വരിക? 15,000 ആയിട്ട് തന്നെ വരിക. ഓക്കെ. ഓപ്ഷൻ ബി ആൻഡ് സി. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ഓക്കെ. സാർ എനിക്ക് ആൻസർ 15,000, അത് നമ്മൾ 15,000 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന എമൗണ്ട് കൊണ്ട് നമുക്ക് 110 തന്നെ എമൗണ്ട് കിട്ടുന്നുള്ളത് ഇത് കിട്ടി. എങ്ങനെ? അപ്പോ എന്നുവെച്ചാ അൺഅവോയ്ഡബിൾ കോസ്റ്റ് ആ ഒരു ഭാഗത്താണ് എന്റെ തെറ്റിയത്. ഓക്കെ 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 ഓക്കെ. അൺഅവോയ്ഡബിൾ കോസ്റ്റ് ആയിരുന്നു 15,000 എങ്കിൽ ആ 15,000ഉം അതേപോലെ 75,000ഉം 35,000ഉം ആഡ് ചെയ്ത് കിട്ടുന്ന എമൗണ്ട് നമ്മള് ടോട്ടൽ കോൺട്രിബ്യൂഷൻ മാർജിൻ മൈനസ് ചെയ്താലും നമുക്ക് വീണ്ടും അതേ സെയിം ഓക്കെ. അതായത് ഇവിടെ അവോയ്ഡബിൾ കോസ്റ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്തത്. അത്രയല്ലേ ഉള്ളൂ? ഓപ്ഷൻ അതിലല്ല മുകളില് മുകളിലത്തെ. ഓക്കെ. ഓപ്ഷൻ ബിയിൽ അത് ഞാൻ അവിടെ ഞാൻ അൺഅവോയ്ഡബിൾ ആണോ ആഡ് ചെയ്യേണ്ടത് അതോ അവോയ്ഡബിൾ ആണോ ആഡ് ചെയ്യേണ്ടത് എന്നുള്ള അവിടെ തെറ്റി കൺഫ്യൂഷൻ ആയി. ഓക്കെ 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 ഓക്കെ. പിന്നെയാണ് ഫോർമുല ഓർത്തത്. അയ്യോ തെറ്റിയെന്ന് മനസ്സിലായി. ഓക്കെ. ഇത് ഫോർമുല നോക്കി മാത്രം പഠിക്കില്ല, എന്താണ് അതിന്റെ കൺസെപ്റ്റ് എന്നുള്ളത് പ്രോപ്പറായിട്ട് മനസ്സിലാക്കുക. ഓക്കെ. ഫോർമുല എന്തിനാണ്?
ജസ്റ്റ് ഒന്ന് നമ്മൾ ഒക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ്. ഓക്കെ. യെസ് സർ. ഓക്കെ. എന്താണ് അവോയ്ഡബിൾ ഫിക്സ്ഡ് കോസ്റ്റ്, ആ ഫോർമുല എങ്ങനെയാണ് ജനറേറ്റ് ആയത്, ഓക്കെ, അതൊക്കെ ഇതിന്റെ മുമ്പ് നമ്മൾ റെലവെന്റ് മെത്തേഡ് ആയിട്ട് മെത്തേഡ് 1 പറഞ്ഞു, അതിൽ നിന്നാണ് മെത്തേഡ് 2 വന്നത്. ഓക്കെ അല്ലേ? അതെ സർ. ആ, അപ്പൊ ആ രീതിയിൽ നോക്കുക, പ്രോപ്പറായിട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്ത് കേട്ടോ. ഓക്കെ. എഴുതി കഴിഞ്ഞല്ലോ അല്ലേ? യെസ് സർ. ആരാധന ഓക്കെ ആണോ? യെസ് സർ. ഓക്കെ. ഇനി അടുത്ത സിനാരിയോ, ഇതിപ്പോ 4th സിനാരിയോ ആണ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. 5th സിനാരിയോ. ഓൾറെഡി ഈ ഒരു സിനാരിയോ ഫോട്ടോ എടുത്തിട്ടുണ്ടോ? എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ. ഓക്കെ. ഇനി 5th സിനാരിയോ. ഓക്കെ. സിമിലർ ക്വസ്റ്റ്യൻ തന്നെയാണ്, അടുത്ത സിനാരിയോ ആണ്. ഇഫ് കമ്പനി ഡ്രോപ്പ്, കമ്പനി എന്നാണ് ട്ടോ ഉദ്ദേശിച്ചത്, കോ എന്നുള്ളത്, ഡ്രോപ്സ് ഹാർഡ് റബ്ബർ, അലുമിനിയം ബാറ്റ്സ്, ഹാർഡ് റബ്ബർ, കമ്പനി ഹാർഡ് റബ്ബർ ആണ് ഡ്രോപ്പ് ചെയ്യുന്നത്. അലുമിനിയം ബാറ്റിന്റെ സെയിൽസ് യൂണിറ്റ്സ് വിൽ ഡിക്രീസ് ബൈ 10%. അലുമിനിയം ബാറ്റിന്റെ ഹാർഡ് റബ്ബർ ബാറ്റ് നമ്മൾ ഒഴിവാക്കുന്നതോടുകൂടി അലുമിനിയം ബാറ്റിന്റെ സെയിൽസ് 10% കുറയുന്നു. ഓക്കെ. അതുപോലെ തന്നെ അവോയ്ഡബിൾ ഫിക്സ്ഡ് കോസ്റ്റ് ഓഫ് ഹാർഡ് റബ്ബർ ഈസ് 12,000. റിമൈനിങ് എന്തായിരിക്കും? അൺഅവോയ്ഡബിൾ ആയിരിക്കും. ഓക്കെ. ഫൈൻഡ്, ഫസ്റ്റ് ക്വസ്റ്റ്യനും സെക്കൻഡ് ക്വസ്റ്റ്യനും തേർഡ് ക്വസ്റ്റ്യനിലൊക്കെ പറഞ്ഞ പോലെ തന്നെ അതിൽ ABC. ഓക്കെ, അതിലെ ABC, ഇൻക്രിമെന്റൽ പ്രോഫിറ്റ് ഓർ ലോസ് ഇഫ് ഈ ഡ്രോപ്പ് ഓർ നോട്ട്, ടോട്ടൽ ഓപ്പറേറ്റിംഗ് ഇൻകം ഓഫ് പേബിൾ കമ്പനി ആഫ്റ്റർ ഡ്രോപ്പിംഗ്. ഓക്കെ, ഇങ്ങനെ 2 സിനാരിയോ ആണുള്ളത്. ഇഫ് കമ്പനി ഡ്രോപ്സ് ഹാർഡ് റബ്ബർ, aluminum bats sales units will decrease by 10%. Okay. Okay. Avoidable fixed cost of hard rubber is 12,000. Okay ആണോ? ക്വസ്റ്റ്യൻ മനസ്സിലാവുന്നുണ്ടോ? അതായത് ഹാർഡ് റബ്ബർ സെഗ്മെന്റ് ഡ്രോപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അലുമിനിയം ബാറ്റിന്റെ സെയിൽസ് എന്താവും? കുറയും, 10% കുറയും. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ അവോയ്ഡബിൾ ഫിക്സ്ഡ് കോസ്റ്റ് ഓഫ് ഹാർഡ് റബ്ബർ, അവോയ്ഡബിൾ ആയിട്ടുള്ള ഫിക്സ്ഡ് കോസ്റ്റ് 12,000 ആണ്. അങ്ങനെയെന്നുണ്ടെങ്കിൽ ഇൻക്രിമെന്റൽ പ്രോഫിറ്റ് ഓർ ലോസ് ഇഫ് ഈ ഡ്രോപ്പ്, അതുപോലെ തന്നെ ഡ്രോപ്പ് ഓർ നോട്ട്, അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് ഇൻകം ഓഫ് ഏബിൾ കമ്പനി ആഫ്റ്റർ ഡ്രോപ്പിംഗ്. ഇത്രയും കാര്യങ്ങൾ ഫൈൻഡ് ചെയ്തേ. സാർ ആ ABC എന്നോട് പറയും. ABC, അതായത് ഫസ്റ്റ് നമ്മൾ ഇൻക്രിമെന്റൽ പ്രോഫിറ്റ് ഓർ ലോസ് ഇഫ് ഈ ഡ്രോപ്പ് ഹാർഡ് റബ്ബർ ബാറ്റ്സ്. ഓക്കെ,
രണ്ടാമത്തത് ഡ്രോപ്പ് Drop ഓർ or നോട്ട്. മൂന്നാമത്തെ ടോട്ടൽ ഓപ്പറേറ്റിംഗ് ഇൻകം ഓഫ് ഏബിൾ കമ്പനി ആഫ്റ്റർ ഡ്രോപ്പിംഗ്. hard ഓക്കെ dropper. ഓക്കെ, ആഫ്റ്റർ ഡ്രോപ്പിംഗ് ആ ഡ്രോപ്പർ. അതെ, ഇതൊന്നും അത്ര ടഫ് ആയിട്ടുള്ള ഒരു സാധനം ഇല്ല കേട്ടോ. സിമ്പിൾ അല്ലേ? ക്വസ്റ്റ്യൻ കണ്ടിട്ട് തന്നെ മനസ്സിലാകുന്നില്ലേ? മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. കിട്ടിയില്ലേ? എന്ത് പറ്റി? ഒരുപാട് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ജസ്റ്റ് വായിച്ചിട്ട് എന്താണോ അതിൽ പറയുന്നത് അത് അതേപോലെ എടുത്ത് എഴുതിയാൽ മതി. Sir, Vidyarupa School of Management is not there in the meeting എന്ന് പറഞ്ഞു. മെസ്സേജ് അയക്കുന്നു. അപ്പൊ ഞാനിതിപ്പോ ഏതിലാ പറയുന്നത്? സാർ എനിക്ക് ഒരു ഹായ് അയച്ചിട്ടുണ്ട്, അതിലേക്ക് അയക്കും. ഓക്കെ, സാർ അതിലാണ് അയക്കണത്. വരുന്നില്ല പക്ഷെ. ഓക്കെ. ഒന്നും കൂടി എടുത്തിട്ട്, അതായത് ഫസ്റ്റ് ഒന്നും കൂടി എടുത്തിട്ട്, ലൈക്ക് ചാറ്റ് ബോക്സിൽ വിദ്യരൂപന്റെ വേറെ ഏതെങ്കിലും വന്ന് കിടക്കുന്നുണ്ടാവും, അതിൽ ഒന്നും കൂടി ഒന്ന് അയച്ചു. ഓക്കെ, ഓക്കെ. ഐ തിങ്ക് നേരത്തെ ഒന്ന് എക്സിറ്റ് ആയി പോയി, അതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഇപ്പൊ വന്നോ? ആ, വന്നു വന്നു വന്നു. ഓക്കെ ഓക്കെ, മുബഷിറ കറക്റ്റ് ആണ്. ശിവാനി തെറ്റാണല്ലോ. ഓക്കെ, ആരാധന കറക്റ്റ് ആണ്. ഓക്കെ, ഗുഡ്. മുബഷിറ റിമൈനിങ് ആയിട്ടുള്ള ഒന്ന് അയച്ചേ. ഓക്കെ, ശിവാനിക്ക് എന്താ പറ്റിയേ? എവിടെ തെറ്റിയേ? സാർ അറിയില്ല, അതൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ 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 ഓക്കെ, ഷുവർ. ഓക്കെ, മുബഷിറ കറക്റ്റ് ആണ്. ഗുഡ്. ഓക്കെ, എന്താ കണ്ടിന്യൂ ആണോ ഡ്രോപ്പ് ആണോ എന്നുള്ളതാണോ ഡൗട്ട് വരുന്നത്? വൈ? അതെ സർ, അത് എപ്പോഴും ആ ഒരു സംഭവം അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ഡ്രോപ്പ് ആണ് കണ്ടിന്യൂ. എനിക്കൊന്ന് ഞാൻ കഴിഞ്ഞ ആൻസർ അയച്ചതിലും അത് തെറ്റിയോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അതായത് ഇത്ര ശ്രദ്ധിക്കേണ്ടതുള്ളൂ. ഓക്കെ, ഇയാൾക്ക് കിട്ടിയ ആൻസർ എന്താണ്? -1000 ഇൻക്രിമെന്റൽ ലോസ് ഇഫ് വി ഡ്രോപ്പ്. ആ ഒരു സെന്റൻസ് അതുപോലെ പറഞ്ഞാൽ ഡ്രോപ്പ് ചെയ്യുമ്പോൾ $1000 എന്താണ്? ലോസ് ആണ്. അപ്പോൾ ഡ്രോപ്പ് ചെയ്യണോ? വേണ്ട. $1000 ലോസ് അല്ലേ വരുന്നത് ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിൽ? ആ ഒരു സെന്റൻസിൽ തന്നെ ഉണ്ട്. ഓക്കെ, ഇൻക്രിമെന്റൽ ലോസ് ആണ്. 1000 ഇൻക്രിമെന്റൽ ലോസ്. പോസിറ്റീവ് ഫിഗർ ആണെങ്കിൽ എന്താണ്? ഇൻക്രിമെന്റൽ ലോസ് അല്ല, ഇൻക്രിമെന്റൽ പ്രോഫിറ്റ് ഇഫ് വി ഡ്രോപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡ്രോപ്പ് ചെയ്യാം. ഓക്കെ, മറ്റേത് എന്താണ്? ഇൻക്രിമെന്റൽ ലോസ് ഇഫ് വി ഡ്രോപ്പ്.
ഡ്രോപ്പ് ചെയ്താൽ എന്താണ് $1000 ലോസ് ആണ്. ഓക്കെ, ഇത്രേ ഉള്ളൂ. അതിലൊന്നും കൺഫ്യൂഷൻ വരരുത് കേട്ടോ. ഒരുപാട് നേരം കൺഫ്യൂസ്ഡ് ആയി നിൽക്കുന്നത് കണ്ടു. ഓക്കെ, അപ്പോ അതിനുള്ളതൊന്നുമില്ല. ഓക്കെ, ശിവാനി ഒന്ന് ശ്രദ്ധിക്കുക, പറഞ്ഞുതരാം. ഓക്കെ, ശ്രദ്ധിക്കണേ. കൺഫ്യൂഷൻ ഉള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഓക്കെ, ഇതിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇഫ് കമ്പനി ഡ്രോപ്സ് ഹാർഡ് റബ്ബർ അലുമിനിയം ബാറ്റ്സിന്റെ സെയിൽ വിൽ ഡിക്രീസ് ബൈ 10%. അലുമിനിയം ബാറ്റിന്റെ സെയിൽ എന്താവും? 10% ഡിക്രീസ് ചെയ്യും. ഈ ഡിക്രീസ് ചെയ്യുന്ന 10% നമ്മൾ എന്തായിട്ട് എടുത്താൽ മതി? കോൺട്രിബ്യൂഷൻ മാർജിനിലെ 10% എടുത്താൽ മതി. ഓൾറെഡി നമ്മൾ എന്തിനാണ് ഈ ഹാർഡ് റബ്ബറിന്റെ ഒക്കെ എന്താണ് നമ്മൾ എടുക്കുന്നത്? കോൺട്രിബ്യൂഷൻ മാർജിൻ ആണ്. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ മെത്തേഡ് 1 പോകേണ്ടി വരും. ഓക്കെ, അപ്പോൾ മെത്തേഡ് 2 വെച്ച് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? അലുമിനിയം ബാറ്റിന്റെ കോൺട്രിബ്യൂഷൻ മാർജിന്റെ 10% എടുത്താൽ മതി. ഓക്കെ, അതായത് ലൈക്ക് അവോയ്ഡബിൾ ഫിക്സ്ഡ് കോസ്റ്റ് മൈനസ് ലോസ് കോൺട്രിബ്യൂഷൻ മാർജിൻ ഇക്വൽ ടു ഇൻക്രിമെന്റൽ പ്രോഫിറ്റ് ഓർ ലോസ്. ഇത് മുബഷിറക്ക് വേണ്ടി ഏതാണ്? ഇഫ് വി ഡ്രോപ്പ്. ഓക്കെ, ആ ഒരു സെന്റൻസ് മുഴുവനായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, ജസ്റ്റ് ആ ഒരു ഇൻക്രിമെന്റൽ ലോസ് ആണോ പ്രോഫിറ്റ് ആണോ എന്ന് നോക്കുക എന്നുള്ളത് മാത്രമല്ല. അപ്പോൾ എന്താണ് സംഭവിക്കുക? നിങ്ങൾക്ക് എക്സാമിന് പോകുമ്പോൾ നിങ്ങൾക്ക് ആൻസർ അറിയാം, പക്ഷെ നിങ്ങൾ എടുക്കുന്ന ഓപ്ഷൻ, ചൂസ് ചെയ്യുന്ന ഓപ്ഷനിൽ എന്താവും? തെറ്റ് വരും. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഓക്കെ, അങ്ങനത്തെ കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചിട്ട് പെട്ടെന്ന് തീർക്കുക. ഓക്കെ, അപ്പോൾ ഇതിൽ അവോയ്ഡബിൾ ഫിക്സ്ഡ് കോസ്റ്റ് എത്ര? നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അവോയ്ഡബിൾ ആയിട്ടുള്ള ഫിക്സ്ഡ് കോസ്റ്റ് 12,000. അതിൽ കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ. ലോസ്റ്റ് കോൺട്രിബ്യൂഷൻ മാർജിൻ നമ്മൾ ഹാർഡ് റബ്ബറിന്റെ ബാറ്റ് ഓൾറെഡി കോൺട്രിബ്യൂഷൻ മാർജിൻ എന്താണ്? 7,000 ഓൾറെഡി നമ്മൾ ലോസ് ആണ്. ഓക്കെ, പിന്നീട് എന്താണുള്ളത്? 60,000 ഇൻറ്റു 10%. ഓക്കെ, 10%. അതിന്റെ 10% എത്രയാണ്? 6,000 അല്ലേ? അലുമിനിയം ബാറ്റിന്റെ. ഓക്കെ, ലോസ് കോൺട്രിബ്യൂഷൻ മാർജിൻ ആണ് ഇത് രണ്ടും. ഒന്ന് ഹാർഡ് റബ്ബറിന്റെ, രണ്ടാമത്തെ അലുമിനിയം ബാറ്റിന്റെ. ഓക്കെ, ഈ ഒരു രീതിയിലാണ് വരുന്നത്. ഓക്കെ, അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇതിന്റെ ടോട്ടൽ എത്ര? 12,000 മൈനസ് 7,000 പ്ലസ് 6,000 എത്ര? 13,000 അല്ലേ? 13,000. 12,000 മൈനസ് 30,000 is equal to 1,000 incremental loss if we ഡ്രോപ്പ് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ എന്താണ്? 1,000 ഇൻക്രിമെന്റൽ ലോസ് ആണ്. 1,000 ലോസ് ആവും. അപ്പൊ എന്തിനാ ഡ്രോപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. കണ്ടിന്യൂ. ഇനി സി എന്താണ്? ടോട്ടൽ ഓപ്പറേറ്റിംഗ് ഇൻകം ആഫ്റ്റർ ഡ്രോപ്പിംഗ്. ബിഫോർ ഡ്രോപ്പിംഗ് എത്രയായിരുന്നു? 110,000 അല്ലേ? 110,000 മൈനസ് ലോസ് ആണ് വരുന്നത്. ഇൻക്രിമെന്റൽ ലോസ് 1,000 is equal to 109,000. ഓക്കെ, എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടോ? ഇല്ല സാർ, ഞാൻ ആ 6,000 എനിക്ക് ആ 6,000 LCM ആണെന്നുള്ള ഒരു ഇത് പറഞ്ഞ. അത് മറ്റോടത്താണോ കൊണ്ടിട്ട്? അവോയ്ഡബിൾ ഫിക്സ്ഡ് കോസ്റ്റിന്റെ അവിടെയാണോ ഇവിടുന്ന് വെച്ച്? അല്ല, ഞാൻ വിചാരിച്ചത് അത് ആ 10% സെയിൽസിന്റെ ഇതിലല്ലേ പോകുന്നത്. അപ്പൊ ഇതില് കാണിക്കുന്നു. സെയിൽസ് അല്ല. കാരണം എന്താ? കോൺട്രിബ്യൂഷൻ മാർജിൻ എന്താണ്? വേരിയബിൾ കോസ്റ്റ് എല്ലാതും കുറച്ചിട്ടുള്ള ഒരു എമൗണ്ട് ആണ്. അത് അതിലെന്താണ്? ഫിക്സ്ഡ് കോസ്റ്റ് ഒരിക്കലും നമുക്ക് ഹാർഡ് റബ്ബർ പോയി എന്ന് വിചാരിച്ചിട്ട് അതിന് ജനറൽ ആയിട്ടുള്ളത് എന്തായാലും ഇല്ല. സ്പെസിഫിക് ആയിട്ട് ഫിക്സ്ഡ് കോസ്റ്റ് ഹാർഡ് റബ്ബറിന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഹാർഡ് റബ്ബർ അല്ല, അലുമിനിയം ബാറ്റിന് പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതും കുറയുള്ളൂ. പക്ഷേ ഇതിൽ 10% അല്ലേ കുറയുന്നുള്ളൂ. ഫിക്സ്ഡ് കോസ്റ്റ് ഒരു 10% സെയിൽസ് കുറയുന്നതുകൊണ്ട് പോവോ? ഇല്ലല്ലോ. അപ്പോൾ അത് എടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ കോൺട്രിബ്യൂഷൻ മാർജിൻ മാത്രം. അത്ര യൂണിറ്റ്സ് പിന്നെ എന്ത് ചെയ്യാന്നില്ല, നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അപ്പൊ അതിന്റെ വേരിയബിൾ കോസ്റ്റിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. ഓക്കെ, അത്രേ ഉള്ളൂ. ഇതൊന്ന് എഴുതിയെടുക്കാം.
എന്നിട്ട് അത് എഴുതി കഴിഞ്ഞതിന് ശേഷം ഒരു നോട്ട് എഴുതണം കേട്ടോ. ഒരു നോട്ട്. ഇതിൻ്റെ മുമ്പ് നമ്മൾ എഴുതിയിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ട്. If sales units increase or decrease by a certain percentage, contribution will also increase or decrease by same percentage. ഒരു ബോക്സിലാക്കി വെക്കുക കേട്ടോ. സെയിൽസിന് സർട്ടൻ പെർസെൻറ്റേജ്, സെയിൽസ് യൂണിറ്റ്സിന് സർട്ടൻ പെർസെൻറ്റേജ് കുറയാലോ കൂടിയാലോ അതേ എന്ത് ചെയ്യും, നമ്മളെ കോൺട്രിബ്യൂഷൻ മാർജിനെയും ബാധിക്കും. ഓക്കെ, അത്ര അതിൽ പറയുന്നുള്ളൂ. ആ രീതിയിലല്ലേ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത്. കോൺട്രിബ്യൂഷൻ അല്ലേ, ലോസ്റ്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ അല്ലേ നമ്മൾ എടുത്തിട്ടുള്ളത്. ഓക്കെ, എഴുതി കഴിഞ്ഞു. ഓക്കെ. അടുത്ത സിനാരിയോ 6th. 25% of hard rubber's fixed costs are unavoidable. Okay, 25% of hard rubber's fixed costs are unavoidable. Okay, if company drops hard rubber, sales of wood will increase to 103%. Okay, to 103%. Okay, നേരത്തെ പോലെ തന്നെ കാൽക്കുലേറ്റ് ABC, സിമിലർ ABC. ഓക്കെ, അത് ഇനി എഴുതേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടല്ലോ. ഇതാണ് അടുത്ത സിനാരിയോ. അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇപ്പൊ തന്നിട്ടുള്ളായിരുന്നു 25% ഓഫ് ഹാർഡ് റബ്ബേഴ്സ് ഫിക്സഡ് കോസ്റ്റ് ആർ അൺഅവോയ്ഡബിൾ ആണ്. അപ്പോൾ റിമൈനിങ് ആയിട്ടുള്ള പെർസെൻറ്റേജ് എന്തായിരിക്കും? അവോയ്ഡബിൾ ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഇഫ് കമ്പനി ഡ്രോപ്പ് ഹാർഡ് റബ്ബർ ഡ്രോപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സെയിൽസ് ഓഫ് വുഡ് വിൽ ഇൻക്രീസ് ടു 103% കൂടും. ഓക്കെ, ഇൻക്രീസ് ടു അല്ലെങ്കിൽ ഓർ ഇൻക്രീസ് ബൈ 3% എന്നും പറയാം. ഓക്കെ, ഓർ ഇൻക്രീസ് ബൈ 3% എന്നും പറയാം. ഓക്കെ, രണ്ട് രീതിയിലും പറയാം. ഇത് രണ്ടും സിമിലർ ആണ്. ഓക്കെ, ശിവാൻ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടായിരുന്നോ? അത് നഷ്ടമില്ലാത്ത സ്ഥിതിക്ക് ഇത് എടുക്കും. എങ്ങനെ? ഇത് ലാഭമല്ലേ നമുക്ക് ആക്ച്വലി. അതെ അതെ, ഇൻക്രീസ് ചെയ്യാണ്. സാർ ഞാൻ ചെയ്തിട്ട് അയക്കാൻ. ഓക്കെ,
അതിൽ എ എന്താ ശിവാനി? എ അയച്ചിട്ടുണ്ടോ ഓൾറെഡി? സാർ ഒരു മിനിറ്റ്. ഓക്കെ. ഓപ്ഷൻ ബി കറക്റ്റ് ആണോ? ഓപ്ഷൻ ബി, ഒരു മിനിറ്റ്. അതെ, ഓപ്ഷൻ ബി കറക്റ്റ്. അതെങ്ങനെ അത്രയും വലിയ എമൗണ്ട് വരുന്നത്? അല്ല, തെറ്റാ. മുബഷിറ തെറ്റാണ്. സാർ ആ ഡിഫറൻസ് മാത്രം എടുത്താൽ മതിയോ? നേരത്തെ ലോസ് ആയപ്പോ എന്താ എടുത്തിട്ടുണ്ടായിരുന്നത്? ഓക്കെ സാർ, ഓക്കെ. ലോസ് ആയപ്പോ എടുത്തത് പോലെ തന്നെ അല്ലേ ഗെയിൻ ആകുമ്പോൾ എടുക്കേണ്ടത്? ഓക്കെ. ഗെയിൻ കോൺട്രിബ്യൂഷൻ മാർജിനും ലോസ് കോൺട്രിബ്യൂഷൻ മാർജിനും ആണ്, അതായത് ഡിഫറൻസ് ഉള്ളൂ. ഓക്കെ. ആരാധന എന്താ അവസ്ഥ? ചെയ്യുന്നുണ്ടോ? യെസ് സർ. ഓക്കെ ഓക്കെ. ഡ്രോപ്പ് ആണ്, പക്ഷെ എ തെറ്റാണ്. സാർ ഓപ്ഷൻ എ ഇട്ടുള്ളത് അയച്ചിട്ടുണ്ട്. തെറ്റാണ് തെറ്റാണ്. ഓപ്ഷൻ ബി രണ്ടുപേരും കറക്റ്റ് ആണ്. ഓപ്ഷൻ എ തെറ്റാണ്. ശരിയാണോ? തെറ്റാ. മുപ്പത്തിരണ്ട് തെറ്റാണ്. ഓക്കെ, ശിവാനിന്റെ കറക്റ്റായി. ഗുഡ്, നൈസ്. ഓക്കെ. ഓക്കെ, ഗുഡ് ഗുഡ് ഇത് ഗുഡ്. തെറ്റിയ എനിക്ക് കഴിയൂല. ഓക്കെ. മുബഷിറിന്റെ തെറ്റാണ്, ശിവാനിയുടെ കറക്റ്റ് ആണ്. ശിവാനി അതിന്റെ ഓപ്ഷൻ സിയും കൂടെ ഒന്ന് ഫൈൻഡ് ചെയ്യാം കേട്ടോ. ഓക്കെ. ക്വസ്റ്റ്യൻ എ കിട്ടാനാണ് ഏറ്റവും ടഫ്. ഓക്കെ. ആരാധന കറക്റ്റ് ആണ്. ഗുഡ്. തെറ്റാണ് ബഷിറ. വാട്ട് ഹാപ്പൻഡ്? ട്രൈ 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 ട്രൈ. ഒരു 5 മിനിറ്റ്സ് തരാം. സാർ ആ, എല്ലാത്തിന്റെയും കൂടെ അങ്ങോട്ട് കൺഫ്യൂസ് ആയി കാൽക്കുലേഷൻസ്. ഞാൻ ഫസ്റ്റ് ആയിട്ടൊന്ന് റിഫൈൻ ചെയ്യും. ഓക്കെ. സാർ ഓപ്ഷൻ സി ശരിയാണോ? ഒരു മിനിറ്റ് ചെക്ക് ചെയ്യട്ടെ. അങ്ങനെ കിട്ടി? നിലവിലുള്ള ഓപ്പറേറ്റിംഗ് ഇൻകം എന്താ? 110,000 ആട്ടോ. ഓക്കെ, 110,000 ആണ് ഫോർ റിമൈൻഡർ. ഓക്കെ. ഓക്കെ, ഒരു മിനിറ്റ്. ഞാനത് ആക്ച്വലി സെപ്പറേറ്റ് ആയിട്ടല്ല എന്റെ ഇത്. അപ്പോ ഓക്കെ ഓക്കെ. മുട്ടിന്റെ സെപ്പറേറ്റ് ആയിട്ടുള്ള കണ്ടുപിടിച്ചത്. ഗെയിൻ ഉണ്ടല്ലോ 3%. അതെ അതെ ആഡ് ചെയ്തിട്ടുള്ള എമൗണ്ടിന്ന് ഫിക്സഡ് എക്സ്പെൻസ് കുറച്ചിട്ടുള്ള എമൗണ്ട് ഒരു ഓപ്പറേറ്റിംഗ് ഇൻകം കിട്ടി. ആ ഓപ്പറേറ്റിംഗ് ഇൻകം അലുമിനിയത്തിന്റെ ഓപ്പറേറ്റിംഗ് ഇൻകം ആഡ് ചെയ്ത് അങ്ങനെ കിട്ടിയതാ. പിന്നെ ഞാൻ അതിന്റെ അത്ര ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? പ്രോഫിറ്റ് ബിഫോർ ഡ്രോപ്പിംഗ് പ്ലസ് ഓർ മൈനസ് എന്താണ്?
ഇൻക്രിമെന്റൽ പ്രോഫിറ്റ് ഓർ ലോസ് ഇഫ് യു ഡ്രോപ്പ് ആഡ് ആണോ എങ്കിൽ ആഡ് ചെയ്യുക, ലെസ് ആണെങ്കിൽ ലെസ് ചെയ്തിട്ട് എന്നിട്ട് കിട്ടുന്ന ആൻസർ അത് മതി. ഓക്കെ, ഫൈനൽ ടോട്ടൽ ചെയ്യുമ്പോൾ അതാണ് നല്ലത്. മറ്റേത് ഈ ഫിക്സ്ഡ് കോസ്റ്റിന്റെ കാര്യങ്ങളൊക്കെ അവിടെ വേരിയേഷൻ വരുന്നതുകൊണ്ട് അതൊക്കെ ബുദ്ധിമുട്ടാവും. മുബഷിറ തെറ്റാണ്. എന്തായാലും ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സർ ആൻസർ കിട്ടിയിട്ടുണ്ട് ലാസ്റ്റ്. അയക്ക്. ഇത് ശരിയാണോ? അത് ശരിയാണ്. ഓക്കെ, ഗുഡ്. ഓക്കെ, നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യന് ചെയ്യാണ്. ഓക്കെ, ശ്രദ്ധിക്കുക, ഉപശിറ ശ്രദ്ധിക്കുക. ഓക്കെ, അവോയ്ഡബിൾ ഫിക്സ്ഡ് കോസ്റ്റ് മൈനസ് ലോസ് കോൺട്രിബ്യൂഷൻ മാർജിൻ gives incremental profit or loss if we drop. ഓക്കെ, അവോയ്ഡബിൾ ആയിട്ടുള്ള ഫിക്സ്ഡ് കോസ്റ്റ് ഇവിടെ എത്രയാണ്? ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? 25% ഓഫ് ഹാർഡ് റബ്ബേഴ്സ് ഫിക്സ്ഡ് കോസ്റ്റ് ആർ അൺഅവോയ്ഡബിൾ. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ റിമൈനിങ് ആയിട്ടുള്ള 75% എന്താണ്? അവോയ്ഡബിൾ ആണ്. ഓക്കെ, അവോയ്ഡബിൾ ആണ്. അപ്പോൾ എത്രയായിരുന്നു? 22,000 അല്ലായിരുന്നോ ഫിക്സ്ഡ് കോസ്റ്റ്? 22,000 ഇൻറ്റു 75%. ഓക്കെ, 16,500 അതല്ലേ വരുന്നത്? 16,500. ഓക്കെ, അതുപോലെ തന്നെ ലോസ്റ്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ എത്ര? 7,000. പിന്നെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇഫ് കമ്പനി ഡ്രോപ്പ് ഹാർഡ് റബ്ബർ സെയിൽസ് ഓഫ് വുഡ് വിൽ ഇൻക്രീസ് ടു 103%, അല്ലെങ്കിൽ ഇൻക്രീസ്ഡ് ബൈ 3%. അപ്പോൾ നിലവിൽ എത്രയാണ് വുഡിന്റെ പ്രോഫിറ്റ് വരുന്നത്? നിലവിൽ എത്രയാണ് വുഡിന്റെ പ്രോഫിറ്റ് വരുന്നത്? വുഡിന്റെ കോൺട്രിബ്യൂഷൻ 175,000 ആണ്. ഓക്കെ, ഈ 175,000 3% ഇൻക്രീസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 175,000ന്റെ 3% ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? കൂടുന്നത്. അത്രയും സെയിൽസ് കൂടുന്നുണ്ട് എന്നാണ് അർത്ഥം. അത്രയും യൂണിറ്റ്സ് വിറ്റ് പോകുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ നോട്ട് ചെയ്ത പോലെ തന്നെ ഇൻക്രീസ് ചെയ്യുമ്പോൾ കോൺട്രിബ്യൂഷൻ മാർജിൻ ഇൻക്രീസ് ചെയ്യും, സെയിൽസ് യൂണിറ്റ്സ് ഇൻക്രീസ് ചെയ്യുമ്പോൾ. ഡിക്രീസ് ചെയ്യുമ്പോൾ കോൺട്രിബ്യൂഷൻ മാർജിനും ഡിക്രീസ് ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ 175,000 ഇൻറ്റു 3% ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 5,250 കിട്ടും. ഓക്കെ, ഇതെന്താണ്? ഗെയിൻ കോൺട്രിബ്യൂഷൻ മാർജിൻ ആണ്. ഓക്കെ, ഗെയിൻ കോൺട്രിബ്യൂഷൻ മാർജിൻ ആണ്. ലോസ് ഓൾറെഡി ഈ ഭാഗത്ത് എഴുതുന്നതുകൊണ്ട് നമുക്ക് അവിടെ തന്നെ ഗെയിൻ ആയിട്ട് എഴുതാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ അവോയ്ഡബിൾ ഫിക്സ്ഡ് കോസ്റ്റിന്റെ കൂടെ തന്നെ എഴുതും. 16,500 പ്ലസ് 5,250 21,750 അല്ലേ വരുന്നത്? മൈനസ് 7,000 ഇസ് ഇക്വൽ ടു 14,750. പോസിറ്റീവ് ആണ്. അപ്പോൾ പ്രോഫിറ്റ് ആണെന്ന് അർത്ഥം. ഇൻക്രിമെന്റൽ പ്രോഫിറ്റ് ഇഫ് വി ഡ്രോപ്പ് ചെയ്താൽ പ്രോഫിറ്റ് ആണ്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ബി ഡ്രോപ്പ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഓപ്പറേറ്റിംഗ് ഇൻകം, ഏബൽ കമ്പനീൻ്റെ ഓപ്പറേറ്റിംഗ് ഇൻകം എന്താവും? 110,000 പ്ലസ് 14,750 is equal to 124,750. ഓക്കെ, സർ എനിക്ക് 16,500 5250 ഗെയിൻ CMM അത് എനിക്ക് മനസ്സിലായില്ല. അതെങ്ങനെ? എങ്ങനെ? അത് ഫിക്സഡ് കോസ്റ്റ്, അത് അവോയ്ഡബിൾ കോസ്റ്റ് അല്ലേ സർ? അത് 16,500 16,500 അവോയ്ഡബിൾ ഫിക്സ്ഡ് കോസ്റ്റ്, 25% അൺഅവോയ്ഡബിൾ ആണ്. റിമൈനിങ് ആയിട്ടുള്ള 75% 75%. അതാണ് 16,500. ഓക്കെ, അവിടെ എന്താ ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സർ എനിക്ക് അത് ആഡ് ചെയ്ത് അത് മനസ്സിലായില്ല. അതായത് ഈ ഗെയിൻ 5250 കോൺട്രിബ്യൂഷൻ മാർജിൻ ആണ്. അതെ അതെ അതെ. ഓൾറെഡി ഇവിടെ ലോസ് ഇവിടെ അല്ലേ കൊടുക്കുന്നത്? ഓക്കെ,
ലോസ് ഓൾറെഡി ഇവിടെ അല്ലേ കൊടുക്കുന്നത്. ഓക്കെ, നമുക്ക് ഗെയിൻ ഇവിടെ ആയപ്പോ ഉണ്ടായ ഇങ്ങനെയും പറയാം, മാറ്റം. അവോയ്ഡബിൾ ഫിക്സ്ഡ് കോസ്റ്റ് പ്ലസ് ബെനിഫിറ്റ്സ്, അങ്ങനെയും പറയാം. Yes, yes. ഓക്കെ, ഞാൻ ലോസിൽ തന്നെ വെച്ചേക്കാണ്. അതെങ്ങനെ ഒന്നെങ്കിൽ അവിടുന്ന് ലെസ് ചെയ്യണം. ഓക്കെ, അത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ അതിൽ എന്തെങ്കിലും ഒരു ലോജിക്ക് ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, കാരണം അവര് ലോസ് ഉള്ളിടത്ത് ഗെയിൻ എന്തിനു കൊടുത്തു എന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ഗെയിൻ എന്നുള്ള സംഭവമേ കയറിയിട്ടില്ല. മറ്റേ പെർസെന്റേജുകളൊക്കെ ഉണ്ട്, എല്ലാം കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ അങ്ങനെയൊക്കെ ഓക്കെ, കൊടുത്തു. അത് ഗെയിൻ കോൺട്രിബ്യൂഷൻ മാർജിൻ ആണ്. അത് ലോസിൽ കൊണ്ടുപോയി ആഡ് ചെയ്തിട്ടുണ്ടാവും, അതായിരിക്കും പ്രോബ്ലം അല്ലേ. ഓക്കെ, കിളി പോയിട്ടുണ്ട്. ഒന്ന് സെറ്റ് ആക്ക് കേട്ടോ. ഈ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ അല്ല, മൈൻഡ് ഇവിടെ അല്ല. ശിവാനി, ആരാധന ഓക്കെ അല്ലേ? എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടോ? ആ ലാസ്റ്റ് അല്ല, ആകെ ഈ പറഞ്ഞ കോൺട്രിബ്യൂഷൻ മാർജിന്റെ ഇൻക്രിമെന്റൽ പ്രോഫിറ്റിന്റെ അവിടെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഇത് ആഡ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളൊരു. വൈ, എന്താണ്, എവിടെയായിരുന്നു ഡൗട്ട്? ഇവിടെ. കാരണം നമ്മൾ ഇതിൽ ലോസ് ഉള്ളതിനല്ലേ എടുക്കുന്നത്. അപ്പോ നമുക്കിത് ലോസ് അല്ലല്ലോ, ഇത് ഗെയിൻ അല്ലേ പറഞ്ഞിട്ട് ഞാൻ അത് എടുക്കണോ വേണ്ടി വരുന്നിരിക്കുന്നു 3%. ഓക്കെ ഓക്കെ ഓക്കെ, ഈ ഒരു എമൗണ്ട്. അപ്പൊ എന്റെ എനിക്ക് രണ്ട് ആൻസർ കിട്ടി. ഒന്ന് നേരത്തെ അയച്ചത്, അതില് ഈ എന്താ വുഡിന്റെ സെയിൽസിൽ കിട്ടുന്ന ഗെയിൻ ആഡ് ചെയ്യാത്തത്. ഓക്കെ ഓക്കെ അത് ഓക്കെ കഴിഞ്ഞപ്പോ ഞാൻ പിന്നെ അത് അല്ലാതെ കിട്ടിയതാണ് ഈ വുഡിന്റെ കൂടെ ഈ ഒരു ഗെയിനും കൂടെ ആഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമ്മൾ ഓരോ അഡ്ജസ്റ്റ്മെന്റ്സും നമ്മൾ എന്ത് ചെയ്യാം, പ്രോപ്പറായിട്ട് എവിടെയാണ് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് നോക്കേണ്ടത്. അത് കൊടുക്കാതെ നിൽക്കരുത്. ഓക്കെ, അതെന്തായാലും അത് ആവശ്യമുള്ള ഒരു സാധനമാണ്. ഓക്കെ, കാരണം അതിന്ന് ഇപ്പോ ഈ ഗെയിൻ എന്തുകൊണ്ടാണ് വന്നത്? ഹാർഡ് റബ്ബർ എന്നുള്ള ഒരു സെഗ്മെന്റ് ഡ്രോപ്പ് ചെയ്തതുകൊണ്ടാണ്. ഇപ്പോൾ നമ്മളെ ഷോപ്പുണ്ട്, നമ്മുടെ അടുത്ത് ഷോപ്പുണ്ട്. നമ്മളെ ഷോപ്പിൽ ഹാർഡ് റബ്ബറായിട്ട് ഉണ്ടാക്കുന്ന ബാറ്റും ഉണ്ട്, വുഡ് ആയിട്ട് ഉണ്ടാക്കുന്ന ബാറ്റും ഉണ്ട്, അലുമിനിയം ബാറ്റും ഉണ്ട്. അതാണല്ലോ ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത്. ഓക്കെ, അതായത് നമ്മുടെ അടുത്തൊരു കസ്റ്റമർ വന്ന് റബ്ബർ ബാറ്റ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയുമ്പോൾ ആ ഒരു സെയിൽസ് എങ്ങോട്ട് പോയി? വുഡിന്റെ ബാറ്റ് ചൂസ് ചെയ്തു. ഓക്കെ, അതുകൊണ്ടാണ് അവിടെ സെയിൽസ് കൂടിയത്. ആ ഒരു രീതിയിൽ ചിന്തിക്കുക. ഓക്കെ, ഇതൊരു ഷോപ്പിലോ അല്ലെങ്കിൽ ഒരു കമ്പനിയിലോ വർക്ക് ചെയ്യുന്ന രൂപത്തിൽ ചിന്തിക്കുക. ഓക്കെ, നിങ്ങൾ എന്ത് എക്സാമ്പിൾ കിട്ടിയാലും ഒന്ന് റിയൽ വേൾഡിലേക്ക് ഒന്ന് ഇട്ട് നോക്ക്. ഓക്കെ, ആ ഒരു എക്സാമ്പിളൊക്കെ ജസ്റ്റ് ഒന്ന് റിയൽ വേൾഡിലേക്ക് ഇട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ ഒന്നും കൂടി നിങ്ങൾക്ക് കണക്റ്റ് ആവും. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഗെയിന്, ഈ ഒരു ഹാർഡ് റബ്ബറിന്റെ ബാറ്റ് അവിടെ അവൈലബിൾ അല്ലാത്തതുകൊണ്ടാണ് ആ ബാറ്റിന്റെ സെയിൽസ് എവിടേക്ക് പോയത്? വുഡിലോട്ട് പോയത്. അത് കൺസിഡർ ചെയ്യേണ്ടതായിട്ടുള്ളതാണ്. ഓക്കെ, അതൊരിക്കലും കൺസിഡർ ചെയ്യാതെ നിൽക്കരുത്. ഓക്കെ, ഡ്രോപ്പ് ചെയ്തുകൊണ്ട് ഉണ്ടായ ബെനിഫിറ്റ് ആണ്. ഓക്കെ, അത്രേ ഉള്ളൂ. അതുപോലെ തന്നെ ഇത് എഴുതിയെടുത്തിട്ടുണ്ടല്ലോ അല്ലേ? ഓക്കെ, ആരാധന എഴുതിയിട്ടുണ്ടോ? ഓക്കെ അല്ലേ? ആരാധന എഴുതിയിട്ടുണ്ടോ? Yes. ഓക്കെ ഓക്കെ ഓക്കെ, വോയിസ് ബ്രേക്ക് ആവുന്നില്ലല്ലോ? ഓക്കെ അല്ലേ? ഓക്കെ, ഒരു നോട്ടും കൂടെ. ഓക്കെ, ലോസ്റ്റ് കോൺട്രിബ്യൂഷൻ മാർജിൻ ഫ്രം അനദർ സെഗ്മെന്റ് ആഡ് ടു കോസ്റ്റ്. കോസ്റ്റ് ആയിട്ട് എവിടെ വരുന്നത്? ലോസ് കോൺട്രിബ്യൂഷൻ മാർജിൻ തന്നെ. ഓക്കെ, ഗെയിൻ കോൺട്രിബ്യൂഷൻ മാർജിൻ ഫ്രം അനദർ സെഗ്മെന്റ്. ഓക്കെ, ഒന്ന് എഴുതിയെടുക്കുക. ഗെയിൻ കോൺട്രിബ്യൂഷൻ മാർജിൻ ഫ്രം അനദർ സെഗ്മെന്റ് ആഡ് ടു ബെനിഫിറ്റ്. ബെനിഫിറ്റ് എവിടെ എഴുതിയിട്ടുള്ളത്? അവോയ്ഡബിൾ ഫിക്സ്ഡ് കോസ്റ്റ്. ഓക്കെ, ഓക്കെ അല്ലേ?
Seventh scenario. 60% of hard rubbers fixed cost are avoidable. 60% of hard rubbers fixed costs are avoidable. If company drop hard rubber, sales of wood will decrease to 98% and aluminum sales will increase by 5%. Find A, B, C. 60% of hard rubbers fixed costs are avoidable. If company drop hard rubber, sales of wood will decrease to 98% and aluminum sales will increase by 5%. Find A, B, C. Okay. എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടോ? ഇല്ലല്ലോ. കറക്റ്റ് ആണോ മുബശ്ശിറ? ഓക്കെ, ഗുഡ്. അതിൻ്റെ സിയും കൂടെ ഒന്ന്. ഓക്കെ, കറക്റ്റ്, ഗുഡ്.
ശിവാനി ഇതെങ്ങനെ എത്രയും വലിയൊരു എമൗണ്ടിന്റെ ലോസ്? തെറ്റാണ്. ഒന്നുകൂടി നോക്കിയേ. ആരാധന കറക്റ്റ് ആണ്. ഗുഡ്. ഒരു മിനിറ്റ്, എനിക്ക് ചെറുത് ടെസ്റ്റ് ചെയ്തു. ഓക്കെ, ഷുവർ. ഓക്കെ, ശിവാനി കറക്റ്റ് ആണ്. ഗുഡ്. സി എന്താ? ഒരാഴ്ച. ഓക്കെ, കറക്റ്റ് ആണ്. ഗുഡ്. ഓക്കെ, ശ്രദ്ധിക്കാം. ഓക്കെ, നേരത്തെ ചെയ്തിട്ടുള്ള സിമിലർ കാര്യം തന്നെയാണ്. ഓക്കെ, അത് രണ്ടെണ്ണമായിട്ട്, അതായത് നേരത്തെ രണ്ടെണ്ണത്തിൽ ചെയ്തത് സിംഗിൾ സിനാരിയോയിൽ തന്നെന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അവോയ്ഡബിൾ ഫിക്സഡ് കോസ്റ്റ് മൈനസ് ലോസ് കോൺട്രിബ്യൂഷൻ മാർജിൻ gives incremental profit or loss if we drop. അവോയ്ഡബിൾ ആയിട്ടുള്ള ഫിക്സഡ് കോസ്റ്റ് എത്ര ഉള്ളത്? അവോയ്ഡബിൾ ആയിട്ടുള്ള ഫിക്സഡ് കോസ്റ്റ് എത്ര ഉള്ളത്? 60% അവോയ്ഡബിൾ ആണ്. 22,000 ഇൻറ്റു 60%. എത്ര വരുന്നത്? 13,200 അല്ലേ? ഓക്കെ, ഇനി ഇവിടെ എന്താ വരുന്നത്? ഇഫ് കമ്പനി ഡ്രോപ്പ് ഹാർഡ് റബ്ബർ സെയിൽസ് ഓഫ് വുഡ് വിൽ ഡിക്രീസ് ടു 98%. അതായത് ടു 98%. അപ്പോൾ 2% ഡിക്രീസ് ചെയ്തു എന്നർത്ഥം. ഓക്കെ, വുഡിൻ്റെ എത്രയായിരുന്നു? 175,000 അല്ലേ വുഡിൻ്റെ? അതെ, 175,000 ഇൻറ്റു 2%. ഓൾറെഡി ഇതിൻ്റെ എത്ര പോയിട്ടുള്ളത്? ഹാർഡ് റബ്ബറിൻ്റെ 7,000. ഹാർഡ് റബ്ബറിൻ്റെ ലോസ് കോൺട്രിബ്യൂഷൻ മാർജിൻ. അതുപോലെ തന്നെ വുഡിൻ്റെ ലോസ് കോൺട്രിബ്യൂഷൻ മാർജിന് 175,000 ഇൻറ്റു എത്ര പെർസെൻറ്റേജ് ആയിരുന്നു? 2% അല്ലേ? 2%. എത്ര വരുന്നത്? 3,500 അല്ലേ? ഓക്കെ, 3,500. ഓക്കെ, പിന്നീട് എന്താ പറഞ്ഞിട്ടുള്ളത്? ആൻഡ് അലുമിനിയം സെയിൽസ് വിൽ ഇൻക്രീസ് ബൈ 5%. അലുമിനിയത്തിൻ്റെ സെയിൽസ് എന്താണ്? ഗെയിൻ ആണ്. ഗെയിൻ
കോൺട്രിബ്യൂഷൻ മാർജിൻ ആണ്. ഗെയിൻ കോൺട്രിബ്യൂഷൻ മാർജിൻ അലുമിനിയത്തിൻ്റെ എത്ര ആയിരുന്നു ഇൻക്രീസ് ചെയ്തിട്ടുള്ളത്? 5%. എത്രയാണ് അലുമിനിയത്തിൻ്റെ ഉള്ളത്? 60,000. 60,000ൻ്റെ 5%. 60,000 ഇൻറ്റു 5%. എത്ര വരുന്നത്? 3,000 അല്ലേ? ഓക്കെ. ഇവിടെ 16,200 മൈനസ് ഇവിടെ എത്രയായിരുന്നു? 3,500 10,500 അല്ലേ? സിക്കൽ ടു 5,700 incremental profit if we drop. B എന്താണ്? ഡ്രോപ്പ്. C 110,000 plus 5,700 is equal to 150,700 അല്ലേ? ഓക്കെ, എഴുതിയെടുത്തിട്ടുണ്ടോ ആരാധന? ശിവാനി എഴുതിയെടുത്തിട്ടുണ്ടോ? ശിവാനിക്ക് sir. എവിടെയാണ് ആദ്യം തെറ്റിയത്? സാർ അത് ഞാൻ 92% കുറഞ്ഞു എന്നുള്ള ഇതിലെടുത്തു. 2 അല്ല ഓക്കെ ബൈ. ബൈ എന്നുള്ള അടുത്ത്. ഓക്കെ ഓക്കെ ഓക്കെ. 2 ബൈ എന്നുള്ളതൊക്കെ പ്രോപ്പറായിട്ട് വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് തന്നെ പോവാം. ഓക്കെ, ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, സെയിം ക്വസ്റ്റ്യനിൽ ഡിഫറെൻറ്റ് സിനാരിയോ അല്ല. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ എഴുതി വെക്കുക. ബ്രാഞ്ച് എ അതുപോലെ തന്നെ ബ്രാഞ്ച് ബി, രണ്ട് ബ്രാഞ്ചാണുള്ളത്, ബ്രാഞ്ച് എ ആൻഡ് ബ്രാഞ്ച് ബി. സെയിൽസ് 80,000, 120,000. ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് 32,000, 32 ആണ്, 32,000, 84,000. കോൺട്രിബ്യൂഷൻ മാർജിൻ എത്ര? ടോട്ടൽ കോൺട്രിബ്യൂഷൻ മാർജിൻ 48,000. എത്ര വരുന്നത്? 36 അല്ലേ? 36,000. ഓക്കെ, രണ്ട് ഫിക്സ്ഡ് കോസ്റ്റ് ഉണ്ട്, ഡയറക്റ്റ് ഫിക്സ്ഡ് കോസ്റ്റ് അതുപോലെ തന്നെ ജനറൽ ഫിക്സ്ഡ് കോസ്റ്റും. ഓക്കെ, 20,000 അടിയിൽ 4,000 സ്ക്രീനിൽ നോക്കി ചെയ്താൽ. ഓക്കെ, അതുപോലെ തന്നെ 40,000 അടിയിൽ 6,000. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ഓർ ലോസ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഒന്ന് പ്രോഫിറ്റ് ഒന്ന് ലോസ് ആണ്. പ്രോഫിറ്റ് ഓർ ലോസ്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഓർ ലോസ്. ഓക്കെ, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഓർ ലോസ്. ഓക്കെ, ഒന്ന് 24,000 മറ്റേത് -10,000 ആണ്. ഓക്കെ, എഴുതിയിട്ടുണ്ടല്ലോ അല്ലേ? ഇതിൽ സിനാരിയോ 1, one by fourth of each branch's direct fixed cost will continue if it is closed or not. ഓക്കെ, അതായത് ഡയറക്റ്റ് ഫിക്സ്ഡ് കോസ്റ്റിന്റെ തന്നെ 1/4 എന്താണ്? ക്ലോസ് ചെയ്താൽ, അതായത് ഡ്രോപ്പ് ചെയ്താലും ഇല്ലെങ്കിലും എന്ത് ചെയ്യും? കണ്ടിന്യൂ ചെയ്യും എന്നാ പറയുന്നത്. ഓക്കെ, മനസ്സിലാവുന്നില്ലേ? ഓക്കെ, ഇൻക്രിമെന്റൽ ഫൈൻഡ് ചെയ്യാവുന്നതാണ്. ഇൻക്രിമെന്റൽ പ്രോഫിറ്റ് ഓർ ലോസ്
if we drop. Total operating income അല്ലെങ്കിൽ ടോട്ടൽ പ്രോഫിറ്റ് ആഫ്റ്റർ ഡ്രോപ്പിംഗ്. ടോട്ടൽ കമ്പനി ആസ് എ വോൾ എന്നുള്ള രീതിയിൽ കേട്ടോ, രണ്ട് ബ്രാഞ്ചും കൂടി നമ്മൾ നേരത്തെ ഓപ്പറേറ്റിംഗ് കണ്ട പോലെ തന്നെ ആഫ്റ്റർ ഡ്രോപ്പിംഗ്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ എന്താണ് ഡിസിഷൻ, ലൈക്ക് ഡ്രോപ്പ് ഓർ നോട്ട്, സെയിം ABC തന്നെ. ഓക്കെ, ഡ്രോപ്പ് ഓർ നോട്ട് ചെയ്തേ. ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ. ഡയറക്റ്റ് ഫിക്സഡ് കോസ്റ്റും ഇതില് ജനറൽ ഫിക്സഡ് കോസ്റ്റും തമ്മിലുള്ള ഈ ഡിഫറൻസ് അറിയില്ലേ? സ്പെസിഫിക്കും ജനറലും നമ്മൾ നേരത്തെ അതെ അത് തന്നെയല്ലേ സർ? അതെ. സർ ഇതില് ഏത് ഇന്ന ബ്രാഞ്ച് ഡ്രോപ്പ് ചെയ്യുന്നു അങ്ങനെയുണ്ടോ? എനിക്കത് മനസ്സിലായില്ല. ബി ബ്രാഞ്ച് ബി ആ അല്ലേ ലോസിലുള്ളത്? ബി ആണ് ഡ്രോപ്പ് ചെയ്യുന്നത്. സോറി കേട്ടോ, അത് പറഞ്ഞില്ല അല്ലേ. If we drop B, incremental profit or loss if we drop B, total profit after dropping B. Okay. അതല്ലേ നെഗറ്റീവ് നിൽക്കുന്നത്. അപ്പൊ അതാ ഡ്രോപ്പ് ചെയ്യുന്നത്. എത്ര വരുന്നത്? ഒരു മിനിറ്റ് ഒന്നുകൂടി നോക്കട്ടെ. തെറ്റാണല്ലോ, മുബഷിറ തെറ്റാണ്. സർ ഞാൻ അയച്ചത് കറക്റ്റ് ആണ്. ആ. ഓക്കെ, ഗുഡ്. ബാക്കിയുള്ളതും കൂടി ബിയും സിയും കൂടി ഇട്ടോ ഫൈൻഡ് ചെയ്തിട്ട് ഒന്ന് അയക്കണേ ശിവാനി. ഓക്കെ, കറക്റ്റ് ആണ്.
ഓക്കെ, കറക്റ്റ് ആണ്. ഗുഡ്. ശിവാനിൻ്റെ കറക്റ്റ് ആണ് കേട്ടോ. ഗുഡ് ഗുഡ് ഗുഡ്. ആരാധന ഫസ്റ്റ് അയച്ചിട്ടുള്ള എന്താണ്? ഇൻക്രിമെന്റൽ ആണോ അതോ ഡിസിഷൻ? കറക്റ്റ് ആണ്. ഈ അയച്ചിട്ടുള്ള എമൗണ്ട് എന്താണെന്നുള്ളത് സ്പെസിഫിക് ആയിട്ട് പറ. മുബഷിറ കറക്റ്റ് ആണ്. അത് പോസിറ്റീവ് ഫിഗർ ആണോ നെഗറ്റീവ് ഫിഗർ ആണോ? നെഗറ്റീവ്. അതെ. ഓക്കെ ഓക്കെ ഗുഡ്. ഇൻക്രിമെന്റൽ പ്രോഫിറ്റ് ആണോ ഉദ്ദേശിച്ചത് അതോ ടോട്ടൽ കമ്പനീന്റെ പ്രോഫിറ്റ് ആണോ ആരാധന? ഇൻക്രിമെന്റൽ പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ തെറ്റാണ്. എന്നുണ്ടെങ്കിൽ തന്നെ ഈ നീ അയച്ചത് ഒരു പോസിറ്റീവ് ഫിഗറാ. പോസിറ്റീവ് ഫിഗർ ആകുമ്പോൾ എങ്ങനെ ഡ്രോപ്പ് ചെയ്യാതിരിക്കും? കണ്ടിന്യൂ ചെയ്യുന്ന എങ്ങനെ? അവിടെ ഒരു മിനിറ്റ് correct ഒന്നുകൂടി ആണ്. ഓക്കെ. ഡിസിഷനും കിട്ടിയ ആൻസറും തമ്മിലൊരു ബന്ധമില്ലാത്ത പോലെ. ഓക്കെ. ഓക്കെ, ഇപ്പൊ കറക്റ്റ് ആണ് ആരാധന. ഇനി അതൊന്ന് അയച്ചേ. ഓപ്പറേറ്റിംഗ് ഇൻകം, ടോട്ടൽ ഓപ്പറേറ്റിംഗ് ഇൻകം, ടോട്ടൽ പ്രോഫിറ്റ് ആഫ്റ്റർ ഡ്രോപ്പിംഗ്, ടോട്ടലി എത്ര പ്രോഫിറ്റ് ഉള്ളത്? മുബഷിർ അത് അയച്ചിട്ടില്ലല്ലോ. അതുപോലെ തന്നെ ഡ്രോപ്പ് ആണോ കണ്ടിന്യൂ ആണോ എന്നുള്ളതും അയച്ചില്ല. ഇത് കറക്റ്റ് ആണ്. മുബഷിർ ഇപ്പം അയച്ചത് കറക്റ്റ് ആണ്. ഡ്രോപ്പ് ആണോ കണ്ടിന്യൂ ആണോ എന്നുള്ളതും കൂടി അയച്ചത്. ഓക്കെ. ഇപ്പോഴും ഡ്രോപ്പ് ആണോ കണ്ടിന്യൂ ആണോ എന്നുള്ള ഡൗട്ട് ഉണ്ടോ? സാർ അത് ഒരു ഫോർമുല പറഞ്ഞില്ലായിരുന്നോ? ആവറേജ് ഫിക്സഡ് കോസ്റ്റ് ഗ്രേറ്റർ ദാൻ ആ ഒരു ഇത് പറഞ്ഞില്ലായിരുന്നു സാർ. അതാണ് ഞാൻ ആവറേജ് അല്ല, അവോയ്ഡബിൾ. ഒരു ഇത്. എങ്ങനെ? അവോയ്ഡബിൾ ഫിക്സഡ് കോസ്റ്റ് ഗ്രേറ്റർ അത് അവോയ്ഡബിൾ അവോയ്ഡബിൾ ഫിക്സഡ് കോസ്റ്റ്. അവോയ്ഡബിൾ കോസ്റ്റ് ഫസ്റ്റ് സാർ പറഞ്ഞിരുന്നു. അവോയ്ഡബിൾ കോസ്റ്റ് ഗ്രേറ്റർ ദാൻ എന്തായിരുന്നു LSR, ലോസ്റ്റ് സെയിൽസ് റവന്യൂ. അപ്പൊ അവിടെയാണ് ഞാൻ അതിന്റെ ആ ഒരു ഇത് എഴുതി വെച്ചിരിക്കുന്നത്, ഡ്രോപ്പ് ഓർ കണ്ടിന്യൂ എന്നുള്ളത്. അത് തന്നെ എപ്പോഴും മൈൻഡിൽ കിടക്കുന്നത്. അതിന്റെ ശേഷം നമ്മൾ മെത്തേഡ് 2 എഴുതിയതിന്റെ ശേഷം ഇതേപോലെ ഒന്ന് എഴുതിയിട്ടുണ്ട്. മെത്തേഡ് ഉണ്ട്. അവോയ്ഡബിൾ ഫിക്സഡ് കോസ്റ്റ് അത് LCM വെച്ചിട്ട് എഴുതിയിട്ടുണ്ട്, ഡ്രോപ്പ് ഓർ കണ്ടിന്യൂ. അതെ,
ഞാൻ അതോ ആ ഒരു ഇതാണ് ഇങ്ങനെ തിങ്ക് ചെയ്യുന്നത്. ഏത് ഫിഗർ ആണ് ഗ്രേറ്റർ, ഏത് ഫിഗർ ആണ് ലെസർ, അപ്പൊ ഡ്രോപ്പ് ആണോ കണ്ടിന്യൂ ആണോ എന്നുള്ള ഒരു തോട്ട് പോവാണ്. ഓക്കെ 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 ഓക്കെ. ഫിഗർ എന്നുള്ളതിനുപരി ഇതൊരു നമ്മൾ കണ്ടിന്യൂ ചെയ്യണോ? അതായത് ഈ ഒരു സെഗ്മെന്റിൽ നിന്ന് ഇത്ര പ്രോഫിറ്റേ കിട്ടുന്നുള്ളൂ, അതായത് ഇത് ഡ്രോപ്പ് ചെയ്താൽ നമുക്ക് ഇത്ര പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്, ആ ഒരു രീതിയിൽ ചിന്തിക്ക്. ഒന്നും കൂടിയും റിയൽ ബേസിക്ക് വരും. ഓക്കെ, ജസ്റ്റ് ഈ ഫിഗേഴ്സ് നോക്കുന്നതിനേക്കാളും ബെറ്റർ ഒരു സെന്റൻസിൽ പ്രോപ്പർ ആയിട്ടൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അതാണ് ഏറ്റവും ബെറ്റർ. ആരാധന ഇപ്പൊ അയച്ചത് എന്താ? ടോട്ടൽ പ്രോഫിറ്റ് ആഫ്റ്റർ ഡ്രോപ്പിംഗ് ആണോ? അതെങ്ങനെ Yes, അത് sir. വരും? തെറ്റാ. അത് 12,000 ആണോ? 12,000 എങ്ങനെ വരിക? ബ്രാഞ്ച് ബി ഡ്രോപ്പ് ചെയ്യാണ്. ഓക്കെ, ലൈക്ക് 24,000 മൈനസ് 10,000 മൈനസ് 6,000, അതായത് 24,000 മൈനസ് അതന്നെ അല്ലേ, 24,000 മൈനസ് 10,000 മൈനസ് 6,000, അതാണ് അതിന്റെ പ്രോപ്പർ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അതായത് ടോട്ടലായിട്ട് ഇവിടെ ബ്രാഞ്ചിന്റെ ടോട്ടൽ എന്ന് പറഞ്ഞിട്ട് വേറെ സെപ്പറേറ്റ് തന്നിട്ടില്ല. അപ്പോൾ ബ്രാഞ്ച് ബി എന്താണ്, നമ്മൾ ഒഴിവാക്കാണ്. അപ്പോൾ അത് ഓൾറെഡി അതിൽ നിന്ന് ലെസ് ചെയ്തു 24,000. ഓക്കെ, അതിന് ശേഷം ഈ 6,000 ആയിട്ടുള്ള ഇൻക്രിമെന്റൽ ലോസും കൂടെ നമ്മൾ എന്ത് ചെയ്യാണ്, ലെസ് ചെയ്യാണ്. ഓക്കെ അല്ലേ? ആരാധന ഓക്കെ അല്ലേ? Okay, sir. ഓക്കെ, ഓക്കെ, ഇതൊന്ന് ചെയ്തുതരാം. ഓക്കെ, ഒന്ന് ശ്രദ്ധിക്കുക. അവോയ്ഡബിൾ ഫിക്സഡ് കോസ്റ്റ് മൈനസ് ലോസ് കോൺട്രിബ്യൂഷൻ മാർജിൻ, ഇൻക്രിമെന്റൽ പ്രോഫിറ്റ് ഓർ ലോസ് ഇഫ് യു ഡ്രോപ്പ്. ഓക്കെ, അവോയ്ഡബിൾ ആയിട്ടുള്ള ഫിക്സഡ് കോസ്റ്റ് എത്രയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ലൈക്ക് 1/4 ഓഫ് ഈച്ച് ബ്രാഞ്ചസ് ഡയറക്റ്റ് ഫിക്സഡ് കോസ്റ്റ് വിൽ കണ്ടിന്യൂ ഇഫ് ഇറ്റ് ഈസ് ക്ലോസ്ഡ് ഓർ നോട്ട്. അതായത് 1/4 ഓഫ് ഡയറക്റ്റ് ഫിക്സഡ് കോസ്റ്റിന്റെ 1/4 എന്ത് ചെയ്യുള്ളൂ, കണ്ടിന്യൂ ചെയ്യുള്ളൂ. ഏതാണ് നമ്മൾ ഇത് ചെയ്യുന്നത്, ഡ്രോപ്പ് ചെയ്യുന്നത്? ബി ആണ്. ബിന്റെ ഈ 1/4, അതായത് ഡയറക്റ്റ് ഫിക്സഡ് കോസ്റ്റിന്റെ 1/4 എന്ത് ചെയ്യുള്ളൂ, കണ്ടിന്യൂ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള 3/4 എന്ത് ചെയ്യും, നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അത് അവോയ്ഡബിൾ ആണ്. 40,000 ഇൻറ്റു 3/4 അല്ലേ? 3/4 സിക്കൽ ടു എത്രയാണ് വരുന്നത്? 30,000 അല്ലേ വരുന്നത്? ഓക്കെ, അതുപോലെ തന്നെ ലോസ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ മാർജിൻ എത്ര? കോൺട്രിബ്യൂഷൻ മാർജിൻ 36,000 അല്ലേ? മൈനസ് 36,000 മൈനസ് 6,000 നെഗറ്റീവ് ആണ്. അതായത് ഡ്രോപ്പ് ചെയ്താൽ 6,000 എന്താണ്, $6,000 നമുക്ക് നഷ്ടമാണ്. ഓക്കെ, മൈനസ് ലോസ് ആണ് 6,000 ഇഫ് വി ഡ്രോപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ലോസ് ആണെന്ന് അർത്ഥം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, ആ ഒരു ബ്രാഞ്ച് കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, ഡ്രോപ്പ് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വരുമായിരുന്നു? ഐ തിങ്ക് ഇതാണ് സി. ഓക്കെ, ഇനി ബി. ഡ്രോപ്പ് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എത്രയാണ് വരുന്നത്? ലൈക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ, ആരാധനയോട് പറഞ്ഞ പോലെ തന്നെ 24,000 മൈനസ് 10,000 മൈനസ് 6,000. ഓക്കെ, ഇസിക്കൽ ടു 8,000 പ്രോഫിറ്റ്. 8,000 ആണ് പ്രോഫിറ്റ് ആയിട്ട് വരിക ഇഫ് യു ഡ്രോപ്പ്. ഓക്കെ, 24,000 മൈനസ് 10,000 മൈനസ് 6,000. ഓക്കെ, എഴുതിയെടുക്കുക. എഴുതി കഴിഞ്ഞു. ആരാധന കഴിഞ്ഞിട്ടുണ്ടോ? Yes, sir. Okay. ഇനി ഇതിൽ റിമൈനിങ് ഈ സെയിം ക്വസ്റ്റ്യനിൽ റിമൈനിങ് ആയിട്ടുള്ള കുറച്ച് സിനാരിയോസ് ഞാൻ എഴുതി തരാം. ഓക്കെ, നിങ്ങളത് എന്ത് ചെയ്യുക, ഫൈൻഡ് ചെയ്ത് വരാം. ഓക്കെ, സെക്കൻഡ് സിനാരിയോ, ഇഫ് ബ്രാഞ്ച് ബി ഈസ് ഡ്രോപ്ഡ്
comma, yes, sales will increase by 5%, increase by 75%, increase by 75%, by 75%. Okay. രണ്ടാമത്തെ പോയിന്റ് അതൊരു പോയിന്റ് ആണ്. ടോട്ടൽ അൺഅവോയ്ഡബിൾ ഫിക്സഡ് കോസ്റ്റ് ഓഫ് ബ്രാഞ്ച് ബി ഈസ് 26,000. ടോട്ടൽ ആണ്. ടോട്ടൽ അൺഅവോയ്ഡബിൾ ഫിക്സഡ് കോസ്റ്റ് ഓഫ് ബ്രാഞ്ച് ബി ഈസ് 26,000. ഫൈൻഡ് എ ബി സി. ഓക്കെ. തേർഡ് വൺ. സാർ ഞാൻ ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞില്ല ചുരുട്ടില്. ഓക്കെ. എഴുതി കഴിഞ്ഞോ? അടുത്ത പറയട്ടെ. ശിവാനി. ഒരു സെക്കൻഡ്. ഓക്കെ. ഓക്കെ സാർ. ഓക്കെ. അടുത്തത്. Half of the branch B's sales revenue. ബിന്റെ ഹാഫ് ഓഫ് ദ ബ്രാഞ്ച്, പകുതി ബ്രാഞ്ചിന്റെ സെയിൽസ് റവന്യൂ ആർ ഫ്രം ഐറ്റംസ് സോൾഡ് അറ്റ് വേരിയബിൾ കോസ്റ്റ്. Okay. Half of the branch B's sales revenue are from items sold at variable cost. വേരിയബിൾ കോസ്റ്റിൽ വിറ്റിട്ടാണ് പകുതി എന്ത് കിട്ടിയത്? പകുതി സെയിൽസ് റവന്യൂ ഉണ്ടായിട്ടുള്ളത്. ഓക്കെ. കമ്പനി ഈസ് കൺസിഡറിങ് to eliminate those items. Okay. Those items. This will reduce B's direct fixed cost to 85% and will also results in a 20% of sales 20% sales decrease of remaining items in branch B. Remaining items in branch B. It will also results in a 2% decrease in branch A sales. Okay. Calculate incremental profit or loss
if we drop these items in branch B, which are sold at വേരിയബിൾ കോസ്റ്റ്. അപ്പൊ ഏതാണ് നമ്മൾ ഡ്രോപ്പ് ചെയ്യുന്നത്? സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ബ്രാഞ്ച് ബിന്റെ പകുതി ഭാഗം വേരിയബിൾ കോസ്റ്റിലാണ് വിൽക്കുന്നത്. ഓക്കെ, സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നതിന് വേരിയബിൾ കോസ്റ്റ് ആണ്. പ്രോഫിറ്റ് ഒന്നുമില്ല, ഒരു കോൺട്രിബ്യൂഷൻ മാർജിൻ ഇല്ല, കോൺട്രിബ്യൂഷൻ മാർജിൻ സീറോയിലാണ് ബ്രാഞ്ച് ബി തന്നെ സ്പ്ലിറ്റ് ചെയ്തിട്ട് വെക്കുന്നത്. ഓക്കെ, ബ്രാഞ്ച് ബി തന്നെ രണ്ട് ഭാഗമാക്കി. ഒന്നുകൂടി പ്രോപ്പറായിട്ട് പറഞ്ഞുതരാം, പ്രോപ്പറായിട്ട് കേട്ടോളൂ. ഓക്കെ, അതായത് ബ്രാഞ്ച് എ ഉണ്ട്, ബി ഉണ്ട്. ബി തന്നെ രണ്ട് ഭാഗമായിട്ട്, രണ്ട് പീസായിട്ട്. ഓക്കെ, ബി രണ്ട് പീസാണ്. ഓക്കെ, ഈ രണ്ട് പീസിൽ ഒരു ഭാഗം എന്തായിട്ടാണ് വെക്കുന്നത്? ഹാഫ് പോർഷൻ എന്താണ്? വേരിയബിൾ കോസ്റ്റിലാണ് വെക്കുന്നത്. ഓക്കെ, വേരിയബിൾ കോസ്റ്റിലാണ് വെക്കുന്നത്. അതായത് പ്രോഫിറ്റ് ഒന്നുമില്ല, ഓക്കെ, കോൺട്രിബ്യൂഷൻ ഒന്നുമില്ല. ഓക്കെ, വേരിയബിൾ കോസ്റ്റിലാണ് വെക്കുന്നത്. റിമൈനിങ് ആയിട്ടുള്ള പോർഷൻ ഓഡിബിൾ ആണോ? ഓഡിബിൾ അല്ലേ? ഓക്കെ, റിമൈനിങ് ആയിട്ടുള്ള പോർഷന് എന്താണ്? നോർമലി പ്രോഫിറ്റ് എടുത്തിട്ടാണ് വെക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള എന്താണ്? ഈ ബ്രാഞ്ച് ബിന്റെ വേരിയബിൾ കോസ്റ്റിൽ വിൽക്കുന്ന ഭാഗമാണ് ഡ്രോപ്പ് ചെയ്യുന്നത്. ബ്രാഞ്ച് ബി മൊത്തത്തിൽ ഡ്രോപ്പ് ചെയ്യുന്നില്ല. ഓക്കെ, അതിനോട് സംബന്ധമായിട്ടുള്ള ഫിക്സഡ് കോസ്റ്റിൽ കാര്യങ്ങളിലൊക്കെ ഉള്ള ഡീറ്റെയിൽസ് ഓൾറെഡി അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ബേസിക്കലി ഒരു ഔട്ട്ലൈൻ ഇതാണ്. ഓക്കെ, ബ്രാഞ്ച് ബി മൊത്തമായിട്ട് എന്ത് ചെയ്യുന്നില്ല? എലിമിനേറ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഡ്രോപ്പ് ചെയ്യുന്നുള്ള ഡിസിഷൻ അല്ല ഇവിടെ എടുക്കുന്നത്. ബ്രാഞ്ച് ബീന്റെ തന്നെ ഒരു ഭാഗം. ഓക്കെ, ബ്രാഞ്ച് ബീന്റെ ഹാഫ്. ഓക്കെ, അത് ഡ്രോപ്പ് ചെയ്യണോ വേണ്ടോ എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പൊ ഇപ്പൊ ഇതില് നേരത്തെ കൊടുത്തിരിക്കുന്ന വേരിയബിൾ കോസ്റ്റ്, ഈ ബ്രാഞ്ച് ബിയുടെ വേരിയബിൾ കോസ്റ്റ് നമ്മൾ ആദ്യം സെയിൽസ് റവന്യൂന്ന് എത്രയാണ് വേരിയബിൾ കോസ്റ്റ് എന്ന് കണ്ടുപിടിക്കണോ? അതോ ഉള്ളതിന് തന്നെ ചെയ്തിട്ട് പറഞ്ഞോ? എങ്ങനെ അല്ല, ഈ മനസ്സിലായോ? ടോട്ടൽ സെയിൽസ് 120,000 കൊടുത്തിട്ടുണ്ടല്ലോ, അതെ അതിന്റെ ഹാഫ് ആണ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പോ അതെ, അത് വേണ്ട. അത് നിങ്ങൾ ചെയ്യുക, ആ രീതി ചെയ്ത് നോക്ക്. ആ, അപ്പൊ പുതിയ വേരിയബിൾ കോസ്റ്റ് കണ്ടുപിടിക്കണം അല്ലേ? പുതിയ വേരിയബിൾ കോസ്റ്റ് എന്തിനാ? റിമൈനിങ് ആയിട്ടുള്ള ഉണ്ടോ? റിമൈനിങ് പോർഷൻസ് ഉണ്ടോ? ഓൾറെഡി ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് തന്നിട്ടുണ്ടല്ലോ. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട്? ക്ലിയർ ആയില്ലേ ശിവാനിന്റെ ഡൗട്ട് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇനി അതിൽ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാവുന്ന ആ ഒരു ക്വസ്റ്റ്യൻ്റെ ഒരു ത്രില്ല് പോവും. ഓക്കെ, ട്രൈ ചെയ്ത് നോക്ക്. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ ഒരു ക്വസ്റ്റ്യനും കൂടെ എന്ത് ചെയ്യാം, സ്ക്രീനിൽ ഷെയർ ചെയ്യാം. ഓക്കെ, ഇത് ക്വസ്റ്റ്യൻ എഴുതിയെടുത്തിട്ടുണ്ടല്ലോ അല്ലേ ആരാധന? മൊത്തത്തിൽ Yes, sir. എഴുതിയെടുത്തിട്ടുണ്ടല്ലോ. ഓക്കെ, ഒരു ക്വസ്റ്റ്യനും കൂടെ ഞാൻ സ്ക്രീനിൽ കാണിച്ചുതരാം. അതൊന്ന് സ്ക്രീൻഷോട്ട് ചെയ്യണം കേട്ടോ, ഞാൻ സ്ക്രീനിൽ കാണിക്കുമ്പോൾ. കാണുന്നുണ്ടോ? ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത്, ഒരു മിനിറ്റ്. സ്ക്രീൻഷോട്ട് ചെയ്തോ. ആരാധന ചെയ്തിട്ടുണ്ടോ? Yes, sir. ചെയ്തു. ഓക്കെ, സാർ ഞാൻ ചെയ്തിട്ടില്ല, ഒരു മിനിറ്റ്. അതാ. ഓക്കെ, ഒരു മിനിറ്റ് ഇപ്പോൾ ഷെയർ ചെയ്യാം. ഓക്കെ, അതിൽ എ ബി കൊടുത്തിട്ടുണ്ട് കേട്ടോ. രണ്ട് റിക്വയർഡ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളുണ്ട്. എ അതുപോലെ തന്നെ പെന്നായിട്ട് എഴുതിയിട്ടുള്ളത് ബി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ശിവാനി എടുത്തിട്ടുണ്ടോ? യെസ് സർ. ഓക്കെ,
ഓക്കെ ഓക്കെ ഓക്കെ. ഒരു ക്വസ്റ്റ്യനും കൂടെ ഞാൻ ഷെയർ ചെയ്യാം. 1 മിനിറ്റ്. ഒറ്റ മിനിറ്റ് ഒന്ന് ചെക്ക് ചെയ്യട്ടെ. ഓക്കെ. ഈ ഒരു ക്വസ്റ്റ്യനും കൂടി സ്ക്രീൻഷോട്ട് ചെയ്ത് ചെയ്തിട്ടുണ്ടോ ശിവാനി? യെസ് സർ. ഓക്കെ. ആരാധന ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? Yes, sir. ഓക്കെ ഓക്കെ. ഈ ഒരു ടോപ്പിക്കും കൂടി അതായത് ഇത്രയും നിങ്ങൾക്ക് തന്ന ഇത്രയും ക്വസ്റ്റ്യൻസും കൂടി കംപ്ലീറ്റ് ചെയ്താൽ നമ്മൾ ഡ്രോപ്പ് എ സെഗ്മെന്റ് ഓർ നോട്ട് ഏകദേശം കംപ്ലീറ്റ് ചെയ്യും. പിന്നെ അടുത്ത ക്ലാസ്സിൽ ആഡ് എ സെഗ്മെന്റ് ഓർ നോട്ടിലോട്ട് നമ്മൾ എന്ത് ചെയ്യും, കയറും. ഓക്കെ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യുക. ഇത്രയും ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ അത് ചോദിക്കുക. മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യും, ഡൗട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ. ഇപ്പോൾ ഐ തിങ്ക് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ലാസ്റ്റ് തന്ന ക്വസ്റ്റ്യൻ്റെ മുമ്പുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും കുറച്ചെങ്കിലും ഒരു ഡൗട്ട് ഉള്ളത് നമ്മൾ എഴുതിയിട്ടുള്ളത് അല്ലേ? അതിലല്ലേ കുറച്ചൊരു ഡൗട്ട് ഉള്ളത്. അതായത് ബീൻ്റെ തന്നെ രണ്ടായിട്ട് തിരിച്ചിട്ട് അതിൻ്റെ ഒരു ഭാഗം ഡ്രോപ്പ് ചെയ്യുമ്പോൾ ഓക്കെ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഈ ഒരു ബീനെ തന്നെ രണ്ടാക്കി എന്ത് ചെയ്യുക, രണ്ടായിട്ട് കൊടുക്കുക. ഓക്കെ. എന്നിട്ട് ഡീറ്റെയിൽസ് സെപ്പറേറ്റ് ചെയ്യുക. ഓക്കെ. B1 എന്നോ B2 എന്നുള്ളതൊക്കെ കൊടുത്തിട്ട് ആ രീതിയിലൊക്കെ ചെയ്ത് നോക്കുക, ട്രൈ ചെയ്യുക. ഓക്കെ. മാക്സിമം കറക്റ്റായിട്ട് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ. അപ്പോൾ എത്രയേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ ചെയ്തു വരാം.
കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ക്ലാസ് നമുക്ക് മിസ്സായിട്ടുണ്ട്. ഓക്കെ, ഓൾറെഡി നമ്മൾ ഈ ഒരു മന്ത് ഈ ഒരു സെക്ഷന് തീർത്ത് അടുത്തൊരു സെക്ഷനിലോട്ട് കയറേണ്ടതായിരുന്നു. ഇത് എത്രത്തോളം ഈ ഒരു മാസം കൊണ്ട് തീരും എന്നുള്ളത് അറിയില്ല. ഓക്കെ, കൺഫ്യൂഷൻ ആണ്. അപ്പോൾ മാക്സിമം ചിലപ്പോൾ സാറ്റർഡേ ക്ലാസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ ഓക്കെ അപ്പോൾ അതെന്തായാലും നോക്കിയിട്ട് പറയാം. ഓക്കെ, ഇപ്പോൾ ഈ ഒരു തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നാളെ പ്രോപ്പറായിട്ട് ചെയ്ത് വരിക. ഓക്കെ, അത്രേ ഉള്ളൂ. ബാക്കി അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ ഓക്കെ സർ, താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു സർ. ഓക്കെ ബൈ.